നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ധന്യോഹമെന്നുമതിമാന്യോഹമെന്നുമതി പുണ്യങ്ങൾ ചെയ്ത പുരുഷന്യായിതെന്നുമിതി ഒന്നല്ല കാൺപൊരു കൊടുങ്കാടുടമ്പമയമൊന്നിച്ചു കൂടിയതു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. ഉപാസകാനാം യദുപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ തദ്ധാമദാക്ഷിണ്യജുഷാ സ്വമൂർത്യാം ജാഗർത്തു ചിത്തേ മമ ബോധരൂപം അദ്രാക്ഷം അക്ഷീണതയാ നിധാനം ആചാര്യമാദ്യം വടമൂലഭാഗേ മൗനേന മന്ദസ്മിതഭൂഷിതേന മഹർഷിലോകസ്യ തമോനുദന്തം വിദ്രാവിതാശേഷതമോ ഗണേന മുദ്രാവിശേഷേണ മുഹുർമുനീനാം നിരസ്യമായാം ദയയാ വിധത്തെ ദേവോ മഹാൻസ്തത്വമസീതി ബോധം മമാദ്യദേവോ വടമൂലവാസീ കൃപാവിശേഷാത് കൃതസന്നിധാനഃ ഓംകാരരൂപാം ഉപദിശ്യ വിദ്യാം ആവിദ്യഗധ്വാന്തമപാകരോതു ശ്രുത്യർത്ഥഗോചരം വന്ദേ വാച്യാർത്ഥാനാമഗോചരം ലക്ഷ്യാർത്ഥവപുഷം വന്ദേ ശങ്കരം ദേശികം ഗുരും. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീന് പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാന്റെ അനുഗ്രഹ വിശേഷം കൊണ്ട് നടന്നു വരുന്ന ഈ സത്സംഗത്തിൽ കഴിഞ്ഞ 2 ദിവസമായി
ഹരിനാമ കീർത്തനത്തിൽ ഉള്ള ആദ്യത്തെ 2 ശ്ലോകങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, ഇടയിൽ നിന്നും ചില ശ്ലോകങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. ആദ്യത്തെ ശ്ലോകം കൊണ്ട് തന്നെ ഗുരുവന്ദനത്തിലും സച്ചിദാനന്ദ സ്വരൂപമായ ആ ഭഗവാനിൽ നിന്നും, സത്യത്തിൽ നിന്നും സത്വരജസ്തമോ ഗുണരൂപിണിയായ മായ ഉദ്ഭവിച്ചു. അതോടുകൂടെ ജീവഭാവം, അഹങ്കാരം ഉദ്ഭവിച്ചു. ഈ അഹങ്കാരം തന്നെയാണ് അവിദ്യ, അത് തന്നെയാണ് മായ. മായ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്തോ ഒരു വിചിത്ര ശക്തി എന്നൊക്കെ തോന്നുന്നു. അതിൻ്റെ മൂലം, ബീജം നമ്മളിൽ തന്നെ കിടക്കുന്ന അഭിമാനവൃത്തിയാണ്. അവിദ്യയാൽ ഉള്ള അസ്മിത, അഹങ്കാരം, ഞാൻ എന്നുള്ള വൃത്തി രൂപമായിട്ടുള്ള അഭിമാനം, അതിനെയാണ് അഹങ്കാരമായി. ഈ അഹങ്കാരം ഉദിച്ചതോടുകൂടെ, ജീവഭാവം ഉദിച്ചതോടുകൂടെ സകല വികല്പങ്ങളും ദുഃഖങ്ങളും ഒക്കെ പൊന്തി വന്നു. സ്വപ്നത്തില് എങ്ങനെ വിഷയങ്ങൾ ഉദിക്കുന്നുവോ അതേപോലെ തന്നെ സത്യം അറിഞ്ഞു കഴിഞ്ഞവന് സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. തൻ്റെ വാസ്തവമായ സ്വരൂപം അറിയുമ്പോൾ മത്പ്രാണനും പരനും ഒന്നെന്ന് ഉറപ്പവനും തത്പ്രാണദേഹവും അനിത്യം കളത്രധനം. നല്ലവണ്ണം നോക്കേണ്ട ഒരു ശ്ലോകമാണത്. മത്പ്രാണനും എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാണനല്ല വിഷയം, ജീവഭാവമാണ്. ഞാൻ തന്നെ, എൻ്റെ തന്നെ വ്യക്തിത്വം, ഈ ജീവാഹന്ത, സർവവേദാന്ത ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം ജീവബ്രഹ്മ ഐക്യമാണല്ലോ. അപ്പൊ മത്പ്രാണനും, എൻ്റെ അകത്ത് ഞാനെന്ന് തോന്നുന്ന ഈ ജീവാഹന്തയും പരനും ഈശ്വരനും, അഥവാ പൂർണ്ണമായ ആ വസ്തു, ഉപനിഷത് വേദ്യമായ ബ്രഹ്മമും ഒന്ന് തന്നെ, രണ്ടാമതൊന്നില്ല. ആത്മാഹി ബ്രഹ്മ. ഇവിടെ എന്ത് ആത്മാവായിട്ട് തോന്നുന്നു അത് ബ്രഹ്മം തന്നെ, പരമേശ്വര സ്വരൂപം തന്നെ എന്നറിയുമ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ഏതൊരു ആത്മാവ് ഉള്ളില് ഞാൻ എന്ന് സ്ഫുരിക്കുന്നുണ്ടോ അത് തന്നെയാണ് അതിൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിയുമ്പോൾ സൃഷ്ടിസ്ഥിതി പ്രളയ കാരണമായിട്ടിരിക്കുന്ന നാരായണൻ. ഇതിപ്പോ നമ്മൾ പറയണതല്ല, ഇവിടെ പറഞ്ഞ ശ്ലോകം മാത്രമല്ല, ഭാഗവത പ്രമാണം. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. തദവേഹി പരം, തത് പരം അവേഹി, അത് പരമാത്മാവാണെന്ന് അറിഞ്ഞുകൊള്ളുക. നാരായണ തത്വം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് പറയണത്. സൃഷ്ടി സ്ഥിതി സംഹാര ഹേതുവായ വസ്തു, സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു നമ്മളുടെ ഉള്ളില് അവൻ അഹേതുവാണ്. ഹേതു എന്ന് വെച്ചാൽ കാരണമില്ല. അവൻ കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അപ്പുറമുള്ള വസ്തുവാണ്. യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും ഇരിപ്പിടമായിട്ടിരിക്കുന്ന 4ാമത്തെ പൊരുളാണത്. പുറമേക്ക് സൃഷ്ടിസ്ഥിതി സംഹാര കാരണം, അകമേക്ക് അന്തര്യാമി രൂപമായിട്ട് ഇരിക്കും. അന്തര്യാമി അധികരണം എന്ന് ചാന്തോക്യോപനിഷത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. യഹ് പൃഥിവ്യാം തിഷ്ടൻ യഹ് പൃഥിവ്യാഹ അന്തരോ
യം പൃഥിവീന വേദ യഃ പൃഥിവീം അന്തരോ യമയതി ഏഷതേ ആത്മാ അന്തര്യാമ്യമൃതഃ. ആരാണോ ഭൂമിയിലിരിക്കുന്നത്, ആര് ഭൂമിക്ക് ആത്മാവോ, ആര് ഭൂമിയെ അറിയുന്നില്ലയോ, അവൻ തന്നെയാണ് നിന്റെ ഉള്ളിലും ഇരിക്കുന്നത്. ആര് സൂര്യനിലിരിക്കുന്നു, ഇങ്ങനെ പോകും അന്തര്യാമി അധികരണം. ആര് ആകാശത്തിലിരിക്കുന്നു, ആര് സർവഭൂതങ്ങളിലും ഇരിക്കുന്നു, ആരാണോ സർവഭൂതങ്ങളെയും ഉള്ളിൽ നിന്ന് നിയമനം ചെയ്യുന്നത്. യസ് സർവേഷു ഭൂതേഷു തിഷ്ഠൻ യം സർവാണി ഭൂതാനി ന വിദുഹു യസ് സർവാണി ഭൂതാനി അന്തരോ യമയതി ഏഷതേ ആത്മാ അന്തര്യാമ്യമൃതഃ. അപ്പോ ആ അന്തര്യാമി അധികരണം, അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിലും ഇരുന്ന് ജാഗ്രത അവസ്ഥയിൽ വിശ്വനായിട്ടും സ്വപ്നാവസ്ഥയിൽ തൈജസനായിട്ടും സുഷുപ്തി അവസ്ഥയിൽ പ്രാജ്ഞനായിട്ടും അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിട്ട് ഉള്ളിൽ ഇരിക്കണം. ഈ അവസ്ഥാത്രയങ്ങൾ എങ്ങനെ സഞ്ജാതമായി? ഈ ജീവഭാവത്തോടു കൂടി ചേർന്നതോടുകൂടി അവസ്ഥാത്രയം ഉണ്ടായി. അതാണ് ആങ്കാരമായി, മൂന്നായി പിരഞ്ഞുടനെ ആങ്കാരമായി. അതിന് താൻ തന്നെ സാക്ഷി. ഈ മൂന്നിനും സാക്ഷിയായിട്ടിരിക്കുന്ന വസ്തു ഭഗവാൻ, തുരീയ വസ്തു ആത്മാ. നമ്മൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ അത് ഒരു പുല്ലിംഗ പദമായിട്ട് തോന്നുന്നു അല്ലെ? ഇപ്പൊ ഭഗവതി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ പദമായി. ബ്രഹ്മ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗമോ സ്ത്രീലിംഗമോ നപുംസകലിംഗമോ അല്ല. ബ്രഹ്മശബ്ദം നപുംസകലിംഗമും അല്ല. അത് വ്യവഹാരത്തിന് എങ്ങനെയോ ഉപയോഗിക്കുന്നു എന്നല്ലാതെ അത് നപുംസകലിംഗവും അല്ല. അപ്പോ അത് ശുദ്ധ ചൈതന്യ വസ്തു ഇതിന് അധിഷ്ഠാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഓംകാരം കൊണ്ട് കുറിക്കുന്നത് കൊണ്ട് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണൻ. ഒരു ഗുരുവിന്റെ അടുക്കൽ ചെന്നു വേദാന്തം ശ്രവണം ചെയ്തു, ആത്മവിദ്യ ശ്രവണം ചെയ്തു. എന്നിട്ട് ഏകാന്തത്തിൽ ഇരുന്ന് പ്രണവത്തിനെ ആവർത്തിച്ച് പുറം ലോകത്തിനെ നീക്കം ചെയ്ത് ചിത്തവൃത്തികളെ നിരോധം ചെയ്ത് ഗുരുമുഖത്ത് നിന്ന് കേട്ടിട്ടുള്ള ആ ആത്മതത്വം തൻ്റെ ഉള്ളില് തൻ്റെ തന്നെ അസ്തിത്വമായി ഇരുപ്പായി പ്രകാശിക്കുന്നു. അതിന് ആവരണഭൂതമായിട്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെ അടക്കി നിശ്ചലമാക്കി ശുദ്ധബോധസ്വരൂപമായിട്ടുള്ള സത്തയെ തന്നിൽ താനായി സാക്ഷാത്കരിക്കുന്നവരെ പ്രണവത്തിനെ ആലംബമായി വെച്ചുകൊണ്ട് അഹങ്കാരത്തിനെ ഹൃദയത്തിൽ അടക്കാണ്. അകാരം ഉകാരത്തിലും ഉകാരം മകാരത്തിലും മകാരം ഓംകാരത്തിലും ഓംകാരം അഹം എന്നുള്ള ശുദ്ധചിത്തിലും ലയിക്കുന്നു. അകാര ഉകാരേ ഉകാരോ മകാരേ മകാര ഓംകാരേ ഓംകാരോ അഹമിയേവ ലയമേഷ്യതി അഹം ആത്മാ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവ. ഇങ്ങനെ തന്നിൽ തന്നെ എല്ലാത്തിനെയും ഉപസംഹരിക്കുന്ന പ്രക്രിയയാണ് നിത്യപ്രളയം എന്ന് പറയുന്നത്. നിത്യപ്രളയമാണ്. ഭാഗവത്തിലൊക്കെ ഒരു ദ്വാദശ സ്കന്ധത്തിൽ നിത്യപ്രളയം എന്നാണ്. ജ്ഞാനം നിത്യപ്രളയമാണ്. ബാക്കി പ്രളയമൊക്കെ കഴിഞ്ഞ സൃഷ്ടിയുണ്ട്. ഇവിടെ പ്രളയം സൃഷ്ടിയേ ഇല്ല. ഇഹൈവതൈർ ജിതസർഗ ഏഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സ് ഈ സമസ്ഥിതിയിൽ എത്തിയിരിക്കുന്നുവോ അവരിവിടെ സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു. ഈ നിർവികൽപ്പ സമാധി, വികൽപ്പമില്ലാത്ത സമാധി, അഹങ്കാര വൃത്തിയെ ഉദയം ചെയ്യാത്ത നിശ്ചലത, മൗനം, ഇത് ആത്മാവിന്റെ സ്വരൂപമാണ്. അവിടെ രണ്ടാമതൊരു വസ്തുവില്ല. അതാണ് ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. വീണ്ടും മനസ്സുദിക്കുമ്പോൾ ഞാൻ എന്ന് അഭിമാനം ഉദിച്ചു. അഭിമാനം ഉദിച്ചതോടുകൂടെ നീ, അവൻ, അത്, ഇതൊക്കെ വന്നു. അപ്പോ ത്വം അഹം ഇദം ഇതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പ്രഭവതി പരമാത്മനി അദ്വയേ നിർവികൽപ്പേ. നീ, ഇവൻ, അവൻ, ഞാൻ എന്നിങ്ങനെയുള്ള ഈ എരടലുകള്, ഈ എരടലുകൾ എന്നാണ് പറയുന്നത്. വികല്പം എന്ന് വെച്ചാൽ ഒരർത്ഥം എരടലുകള് ഉള്ളില്. ഈ എരടലുകള്
എങ്ങനെ ഉണ്ടാവണത്? ബുദ്ധിദോഷം കൊണ്ട് ഉണ്ടാവണമെന്നാണ്. ബുദ്ധിക്ക് ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും, ബുദ്ധി സ്വയമേവ ആത്മസ്വരൂപത്തിൽ അടങ്ങണം. അങ്ങനെ ഇല്ലാതെ ബുദ്ധി തന്നിൽ നിന്ന് അന്യവസ്തുവിന് ഇരിക്കാൻ ഇടം കൊടുക്കുമ്പോൾ ആ ബുദ്ധിയിലുള്ള ഒരു ദോഷം കൊണ്ട് പരമാത്മാവ് മാത്രമായിട്ടുള്ള ആ സ്ഥിതിയിൽ, തുരീയത്തിൽ ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും അഹങ്കാരവും ഒക്കെ പൊന്തി വന്ന് പല വിധത്തിലുള്ള വികല്പങ്ങൾ ഉണ്ടാവും. പ്രഭവതി പരമാത്മനി അദ്വയേ നിർവികൽപ്പേ പ്രവിലസതി സമാധൗ അസ്യ സർവോ വികൽപ്പ. മനസ്സിനെ വീണ്ടും ഉപശമിച്ച് ശാന്തമാക്കി നിശ്ചലമാക്കുമ്പോൾ സമാധിയിൽ ഈ വികല്പങ്ങളൊക്കെ അറ്റുപോയി ഞാൻ എന്നുള്ള അഭിമാനവൃത്തിയും ഉദിക്കാതെ ഉള്ള ആ മൗനം ഉള്ളിൽ അനുഭവിക്കുമ്പോൾ വിലയനമുപഗച്ഛേത് വസ്തുതത്വാവദൃഷ്ട്യ. ഇത് വിവേക ചൂടാമണിയാണ്, എടുത്തു നോക്കിക്കൊള്ളാം. അപ്പോ ഇങ്ങനെ അഭിമാനവൃത്തി നിശേഷമില്ലാത്ത ആ നിശ്ചലത്തിനെ സമാധി എന്ന് പറയുന്നു. അവിടെ രണ്ടാമതൊരു വസ്തുവില്ല. അഭിമാനം ഉദിക്കുമ്പോൾ രണ്ടു വന്നു, ദ്വൈതം വന്നു. ഭയം ഭീതിർനാമ ഭയം ദ്വിതീയ അഭിനിവേശത എന്ന് ഭാഗവതം പറഞ്ഞു. രണ്ടാമതൊന്ന് ഉണ്ടെന്ന് മാത്രമല്ല, രണ്ടാമതൊന്ന് വേണം എന്നൊരു പിടിവാദം, ഒരു വാശി. അതിൽ നിന്നും ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും രണ്ട് വേണം. നോക്കൂ, നമുക്ക് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഈ ഇണ്ടല് മുഴുവൻ അതുണ്ട്. നല്ലൊരു പേരല്ലേ ഇണ്ടൽ. ഇണ്ടൽ എന്ന് വെച്ചാൽ സംസാരം. ഇണ്ടൽ മുഴുവൻ ഇതുണ്ട്. ഈ ഭയത്തിന് കാരണം എന്താ? രണ്ടാമതൊരാൾ വേണം. രണ്ടാമതൊരാൾ എനിക്ക് ആശ്രയിക്കാൻ വേണം. ജായാമേ സ്യാത്. എനിക്കൊരു പത്നി വേണം, ഒരു പതി വേണം, കുട്ടികൾ വേണം, ഫ്രണ്ട് വേണം. എന്നിട്ട് അതിന് എത്ര ബുദ്ധിമുട്ടാണല്ലേ. ആ കുട്ടികളുടെ അടുത്ത് തന്നെ നോക്കൂ, ആ ഫ്രണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല, അയാൾ എന്നെ കണ്ട് വിമുഖമായി, ഇത്ര ദിവസം നല്ലവണ്ണം മിണ്ടിക്കൊണ്ടിരുന്നു, ഇപ്പം അവിടെ നിന്ന് തൊട്ട് തുടങ്ങി സകല കാര്യത്തിലും ഈ രണ്ടിൽ നിന്നും പ്രശ്നമാണ്. എന്തൊക്കെ രണ്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നമാണ്. രണ്ടാമതൊരാളുണ്ടോ നല്ല സ്നേഹം, സ്നേഹത്തോടുകൂടെ പരിതാപം, പലവിധ അഭിപ്രായങ്ങള്, പലതായ കലഹം. അപ്പൊ ഇതൊക്കെ വരണം. അപ്പോൾ ഈ രണ്ടു കൊണ്ടുള്ള പ്രശ്നം, ഈ ഒന്ന് മാത്രമാണെങ്കിൽ അതിന് ഒന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഒന്ന് വന്നാൽ രണ്ട് വരും. പിന്നെ ഈ രണ്ടും കൂടെ ഉള്ള ശണ്ടയാണ്. ഈ പ്രഹ്ലാദന് ഹിരണ്യകശിപുവിനും ചേരായിക അവിടെയാണ്. ഹിരണ്യകശിപു രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു, പ്രഹ്ലാദൻ പറഞ്ഞു ഒന്നേ ഉള്ളൂ. ആ ടീച്ചർമാർ പഠിപ്പിച്ചു ഒന്നും രണ്ട് എന്ന് പഠിപ്പിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു ഒന്ന്. ഏകയേവ പരോഹി ആത്മാ ഭഗവാൻ ഈശ്വരോ വ്യയ. ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ ആത്മാവായി. സർവഭൂതങ്ങളിലും ആ ഭഗവാൻ ഇരിക്കണം. ഹരിസർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര. അപ്പോൾ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. അതിനെ പലതായിട്ട് ഭയം. അപ്പൊ ഭയം വന്നു. ഭയം എന്ന് വെച്ചാൽ പേടി മാത്രമല്ല. ഭയം എന്ന് വെച്ചാൽ രാഗം, ദ്വേഷം, മാത്സര്യം, അസൂയ, ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ ഒക്കെ ഭയമാണ്. ഇപ്പൊ ഭയം എന്നുള്ളത് കൊണ്ട് ഫിയർ മാത്രമല്ല, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോ, ഡിസ്റ്റർബൻസ് ഉണ്ടോ ഒക്കെ ഭയമാണ്. ഈ ഭയത്തിന് കാരണമോ രണ്ടാമതാണ്. തനിക്ക് തന്നിൽ ഒരു ഭയവുമില്ല. താൻ മാത്രം ഉണ്ടെങ്കിൽ ഭയമേ ഇല്ല. സുഷുപ്തിയിൽ ആർക്കെങ്കിലും ഭയം ഉണ്ടോ? രണ്ടാമതെന്ന് വെച്ചാൽ എന്താ അറിയോ? മറ്റാളല്ല, ഞാൻ തന്നെ. അതാണ് പറഞ്ഞ് ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ഈ ഞാൻ തോന്നുമ്പോ തന്നെ രണ്ടാമത് വന്നു ഒരു ഞാനും അല്ലേ? ഒരു ഞാനും രണ്ടു വന്നു. അപ്പൊ ഈ ഞാൻ എന്ന ഭാവം വന്നതോടുകൂടി ദ്വിതീയം വന്നു. ഉപനിഷത്ത് പറഞ്ഞു
ദ്വിതീയാദ്വൈ ഭയം ഭവതി. ഇതാണ് ശ്രുതിയുടെ വാക്യം. ഇതിനെ ഭാഗവതം പറഞ്ഞു ഭയം ദ്വിതീയ അഭിനിവേശത, ദ്വിതീയത്തിനോടുള്ള അഭിനിവേശം എന്ന് പറഞ്ഞു. നാരായണീയത്തിൽ പറഞ്ഞു ഭട്ടതിരി എന്താ പറഞ്ഞു? ഭീതിർനാമ ദ്വിതീയാത് ഭവതി. ഭയം എങ്ങനെ വരുന്നു? രണ്ടിൽ നിന്ന് വരുന്നു. നനു മനഃകൽപ്പിതം ച ദ്വിതീയം. സമ്മതിക്കണോ ഗുരുവായൂരപ്പ, ശ്രുതി പറയണതിന് വിരോധമൊന്നും പറയാനൊക്കില്ല. മനസ്സ് കൽപ്പിച്ചതാണ് ദ്വിതീയം, സംശയമൊന്നുമില്ല. ഇപ്പൊ സ്വപ്നത്തില് ഞാൻ തനിച്ച് കിടന്നു, ഒറ്റ ആളില്ല. സ്വപ്നത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ വരണു, ആരൊക്കെയോ വരണു. ഭൂതം, പുലി, സിംഹം, ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ സ്വപ്നത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇന്നപ്പോ എങ്ങനെ തോന്നി ഇത്രയും ആളുകൾ എവിടുന്ന് വന്നു? ഋതേ അർത്ഥം യത് പ്രതീയേത. ഒരു സാമാനം ഇല്ലാതെ സൃഷ്ടിയാണെന്നാണ്, ഒരു സാമഗ്രിയും കൂടാതെ സൃഷ്ടിയാണ്. ഋതേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി. ആത്മാവ് മാത്രമായിട്ടിരിക്കും, ഒന്നുമില്ല. സുഷുപ്തിയിൽ ഒന്നുമില്ല. മനസ്സ് വിരിഞ്ഞതും ഉണ്ടായി. തദ്വിദ്യാത് ആത്മനഃ മായാം യഥാഭാസോ യഥാതമ. ഇത് ആത്മാവിന്റെ മായയാണ്. ആത്മാവില് ഉദിക്കുന്ന മനസ്സ് തന്നെ മായയാണ്. അപ്പോൾ ആ മനസ്സ് ഉദിക്കുമ്പോൾ രണ്ടാമത് വന്നു. മനസ്സില്ലെങ്കിൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നായ നിന്നിൽ രണ്ട് എന്ന് വെച്ചാൽ മനസ്സ് ഉദിക്കുമ്പോൾ ഉണ്ടായൊരിണ്ടൽ. അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ ഭഗവാനെ. എന്തൊക്കെയോ സർജറി ചെയ്യണു. ഈ മനസ്സിനെ ഒന്ന് സർജറി ചെയ്ത് എടുത്തു വിട്ടാൽ രക്ഷപ്പെട്ടു. പക്ഷെ മനസ്സ് പിടിച്ചാൽ കിട്ടില്ല. ഇപ്പൊ കയറിൽ പാമ്പ് കണ്ടു, അത് കണ്ടു പേടിച്ചു ഇല്ലേ? ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോ ആ പേടിയെ എന്ത് ചെയ്യാൻ പറ്റും? പാമ്പ് വാസ്തവമല്ല. അവിടെ ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പാമ്പ് മറഞ്ഞുപോയി. മറഞ്ഞുപോയാൽ പിന്നെ പേടിയും പോയി. അപ്പോൾ വാസ്തവം അറിഞ്ഞു കഴിയുമ്പോൾ, സത്യം അറിഞ്ഞു കഴിയുമ്പോൾ, തത്വം അറിഞ്ഞു കഴിയുമ്പോൾ ഭയം പോയി. ഇപ്പൊ കയറിൽ പാമ്പ് രണ്ടാമതാണ്, പക്ഷെ വാസ്തവത്തിലുണ്ടോ? ഇല്ല. അതേപോലെ ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം. ശ്രുതി പറഞ്ഞു ഒന്നേ ഉള്ളൂ, അദ്വിതീയം, രണ്ടാമതില്ല. നേഹനാനാസ്തി കിഞ്ചന. മൂന്നിടത്ത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു നാനാത്വം അല്പം പോലും ഇല്ല. ഏകമേവ ഏകം അദ്വിതീയം പറഞ്ഞാൽ മതി. ഏകമേവ, ഒന്നേ ഉള്ളൂ. അദ്വിതീയം, ദ്വിതീയമില്ല. ന ഇഹ നാനാസ്തി, ഇവിടെ നാനാത്വം ഇല്ല തന്നെ. കിഞ്ചന, അല്പം പോലും, തിരി ഇല്ല, കുറച്ചുമില്ല. ഇങ്ങനെ ഉപനിഷത്ത് ബലമായി നിശ്ചയമായിട്ട് പറഞ്ഞു വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടാമതൊരു വസ്തുവില്ല, അന്യമായൊരു പദാർത്ഥമില്ല. ഈ തത്വം നിരൂപണം ചെയ്യാനാണ് ഭാഗവതാദി ശാസ്ത്രങ്ങളൊക്കെ. ഈ തത്വത്തിനെ പ്രായോഗികമാക്കുമ്പോൾ ഭക്തിയായി. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമഃ. നോക്കൂ, ഏകമേവ അദ്വിതീയ എന്ന് ശ്രുതിവാക്യം പറഞ്ഞു. അനുഭവത്തിൽ വരുമ്പോൾ അത് ഭക്തിയായി. ഭക്തി വാസ്തവത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. സ്വയം താൻ ബ്രഹ്മമാണെന്ന് ആ ബോധമുദിച്ചവൻ രാഗദ്വേഷങ്ങളൊന്നുമില്ലാതെ ന ശോചതി ന കാംക്ഷതി, ശോകവുമില്ല ആകാംക്ഷയുമില്ല. നമ്മുടെ അവിടെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബോർഡ് എഴുതി വെച്ചു, നോ എക്സ്പെക്ടേഷൻ, നോ ഡിസയർ, നോ ആംബിഷൻ, വർത്ത്ലെസ് ടു ദ വേൾഡ്, യൂസ്ലെസ്, സർപ്ലസ് ടു ദ റിക്വയർമെന്റ് ഓഫ് ദ സൊസൈറ്റി. എൻ്റെ അടുത്ത് ഒന്നിനും വരണ്ട എന്നാണ്. ഒരു ബോർഡാണത്. നോ ആംബിഷൻ, നോ ഡിസയർ, നോ എക്സ്പെക്ടേഷൻ, വർത്ത്ലെസ് ടു ദ വേൾഡ്, യൂസ്ലെസ്,
സർപ്ലസ് ടു ദ റിക്വയർമെന്റ് ഓഫ് ദ സൊസൈറ്റി. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും എടുക്കാനും കൊടുക്കാനും ഒന്നുമില്ല, ഞാനൊന്നിനും ഇല്ലപ്പാ എന്നാണ്. അപ്പോ അതുപോലെ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒടുങ്ങിപ്പോയി സകലതും ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞു. നമുക്ക് ഇതിന്റെ അനുഭവം ഉള്ളിൽ വരുമ്പോൾ ന ശോചതി ന കാംക്ഷതി, ശോകവുമില്ല ആഗ്രഹവുമില്ല. സമസർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിലും സമബുദ്ധി വരുന്നു. സമബുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, എല്ലാവരെയും ഒരേപോലെ കരുതുക. അത് കമ്മ്യൂണിസ്റ്റാണ്, അത് അധ്യാത്മമല്ല, തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഒരാൾക്ക് ഇത്തിരി ചോറാണെങ്കിൽ എല്ലാവർക്കും അതേപോലെ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ്, അങ്ങനെ ഔട്ടർ സമത്വമല്ല. ആർക്ക് എന്ത് വേണോ അതുപോലെ വേണ്ടി വരും അല്ലേ? എല്ലാവരിലും ഒരേ വസ്തുവിനെ ദർശിക്കുമ്പോഴാണ് സമത്വം. ഈ സമത്വം സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടേക്കാണ്, ആത്മനിഷ്ഠമാണ്. നമ്മളിൽ വികല്പം ഉണ്ടാവാതിരിക്കാനാണ് സമത്വം. അല്ലാതെ എല്ലാത്തിനെയും കൂടെ ഒന്നാക്കി നിർത്തിയാൽ സൃഷ്ടിയില്ലാതാവും. രണ്ടാമതൊരു വസ്തു ഇല്ലെങ്കിൽ സൃഷ്ടിയേ ഇല്ല അവിടെ. ഇവിടെയാണ് സൃഷ്ടി ഇല്ലാതാവണത്. നമ്മളുടെ ഉള്ളിലാണ് സർഗം ഇല്ലാതാവണത്. നമ്മളുടെ ഉള്ളില് രാഗദ്വേഷമില്ല, മതമാശ്ചര്യമില്ല. അപ്പൊ മദ്ഭക്തിം ലഭതേ പരാം. അപ്പൊ ആശ്ചര്യകരമായ പരാഭക്തി അവനിൽ ഉണ്ടാവുന്നു. പരാഭക്തി അവിടെ പൂത്തുവിരിയുന്നു. സർവഭൂതങ്ങളിലും ആത്മദർശനം ഉണ്ടാകുന്ന ജ്ഞാനിയുടെ അനുഭൂതിയെ പരാഭക്തി. ഭാഗവതം അങ്ങനെ തന്നെ പറഞ്ഞു. എന്താ പരാഭക്തിക്ക് ലക്ഷണം പറഞ്ഞു ഭാഗവതം? ഉത്തമ ഭക്തിക്ക് എന്ത് ലക്ഷണം പറഞ്ഞു? തെരിയുമാ? ഉത്തമ ഭക്തന് ലക്ഷണമാണ് ഭാഗവത തെരിയുമാ? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ. ഇവരിങ്ങനെ കൂടെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണ്ട, അതാ ചോദിച്ചത്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവം. സർവഭൂതങ്ങളിലും ആര് ഭഗവത് ഭാവം ദർശിക്കുന്നുവോ, സർവഭൂതങ്ങളെയും ആര് ബ്രഹ്മസ്ഥിതമായിട്ട് കാണുന്നു, ഭഗവത് സ്ഥിതമായിട്ട് കാണുന്നു, ഏഷ ഭാഗവതോത്തമഃ. ഏഷ ഭാഗവതോത്തമഃ, ഉത്തമഃ ഭക്തഃ. അപ്പൊ പരാഭക്തി ഇതാണ്. അപ്പോ അങ്ങനെ യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപം. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ എന്ന് വെച്ചാൽ ഭാഷയിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നത് അല്ലേ? പറഞ്ഞല്ലോ, ശബ്ദങ്ങളിലാണ് പെട്ടുകിടക്കുന്നത്. ആ ശബ്ദം തന്നെ മുക്തിക്ക് കാരണം. മഹാവാക്യാദികൾ മുക്തിക്ക് കാരണമായിട്ട് തീരണം. ഭഗവൻ നാമം മുക്തിക്ക് കാരണമായിട്ട് തീരണം. അപ്പൊ ശബ്ദം തന്നെ മുക്തിക്ക് കാരണം. അപ്പൊ ശബ്ദാനുവിദ്ധ സമാധി എന്ന് പറയും. അതായത് ഇതൊക്കെ ആത്മാവാണ്, സർവം ഖലു ഇദം ബ്രഹ്മ, ആത്മൈവേദം സർവം, ഇതൊക്കെ ശബ്ദമാണ്. ഈ ശബ്ദം കൊണ്ട് തന്നെ ഇവൻ മുക്തനായിട്ട് തീരുന്നു. അപ്പോ ചെവി കൊണ്ട് കേൾക്കുന്ന പലതരം ശബ്ദങ്ങൾ, നമ്മൾ ഭാഷയ്ക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾ വേറെ ഒരു നാട്ടിൽ പോയി, അവരുടെ ഭാഷയെ അറിയില്ല, അവർ നമ്മൾ കുറെ ചീത്ത പറഞ്ഞു. നമ്മൾ വിചാരിക്കുക നല്ല മനുഷ്യര് പാവം വരൂ എന്ന് പറയണു, എന്ത് സ്നേഹമായിട്ടാ സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ അല്ലേ? പറയണതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ ശബ്ദബ്രഹ്മമാണെന്ന് എടുക്കാമെങ്കിൽ, ഏകനാഥ് മഹാരാജന്റെ ഒരു കഥ പറയും. അദ്ദേഹത്തിന് ആ സിദ്ധി ഉണ്ടായിരുന്നു എന്ന് പറയും. ഭാഗവതം ഏകാദശ സ്കന്ധം മറാഠിയില് വിവർത്തനം ചെയ്ത, എഴുതിയ, വിവർത്തനമല്ലാതെ സ്വതന്ത്ര വ്യാഖ്യാനം ചെയ്ത ഒരു മഹാത്മാവാണ് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാനായിട്ട് നാട്ടിൽ ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് ഒരാളെ പറഞ്ഞയച്ചു. അയാളുടെ വീട്ടില് എന്തോ വിശേഷം നടത്താൻ പൈസ വേണം. ബുദ്ധിമുട്ടിയിട്ട് അവിടെ ആരോ ഒരു വലിയ പണക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, തനിക്ക് പണം തരാം, ഏകനാഥനെ ദേഷ്യം പിടിപ്പിക്കണം. സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ ഏകനാഥനെ ദേഷ്യം പിടിപ്പിക്കണം. അപ്പൊ ഇയാൾ ചെന്നിട്ട് ഏകനാഥന്റെ വീട്ടില് മുമ്പിൽ ചെന്ന് ആദ്യം മൈൽഡായിട്ട് ചീത്ത പറഞ്ഞു, പിന്നെ ഉറക്കെ ചീത്ത പറഞ്ഞു, പിന്നെ ഒരുപാട് ആഭാസ വാക്കുകളൊക്കെ പറഞ്ഞു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഏകനാഥ സ്വാമി പൂജയൊക്കെ കഴിഞ്ഞ്
ഇയാൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ട്. ഇയാൾ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ചൊമ്പിൽ പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇവിടെ ഈ ശബ്ദബ്രഹ്മം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് കിളികളൊക്കെ കൂജനം ചെയ്യുമ്പോൾ നമുക്ക് വല്ല അർത്ഥമുണ്ടോ? ഇല്ലേ? അവർ ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുകയായിരിക്കും. നമുക്കറിയില്ലല്ലോ. നമ്മൾ കളകളാരവം എന്നൊക്കെയാണ് പറയണത്. എന്ത് മധുരമായ ശബ്ദം എന്ന് പറയണോ. അവർ ചിലപ്പോൾ നേരം വിളിച്ചായി നമ്മൾ ഉപദ്രവിക്കണത് കണ്ടിട്ട് അവർ ചീത്ത വിളിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളത് അവരെ അറിയാത്തത് കൊണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം അത് ഒരു വികല്പമായിട്ടേ എടുത്തില്ല. അതിനെ മുഴുവൻ ആ ശബ്ദത്തിനെ പരമാത്മസ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് അയാൾ അതോടുകൂടെ ശാന്തമായി. അയാൾ വളരെ ശാന്തനായിട്ട് തീർന്നു. അപ്പോൾ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. ഇതൊന്നും പ്രായോഗികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒന്ന് ചെയ്ത് നോക്കാം. നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുമ്പോഴോ മറ്റുമൊക്കെ ഒന്നിനും ഒരു അർത്ഥം കൊടുക്കാതെ ഒന്നിനും നമ്മളെ അഫക്റ്റ് ചെയ്യാതെ ആക്കാൻ സാധിച്ചത് രക്ഷപ്പെട്ടു. ഒരു വിധത്തിലും ബാധിക്കാതെ അതൊന്നും നമുക്കൊരു പ്രശ്നമാവാതെ ആവണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിന്. വിവദത്സ്വേവ നിക്ഷിപ്യ വിദ്വേഷോദ്ഭവ കാരണം. അവർ പറയണു, നമ്മൾക്കതൊന്നും ബാധിക്കില്ല. അപ്പൊ അത് ആ ശബ്ദം പരമാത്മസ്വരൂപമാണ്. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. ഇവിടെയുള്ള സകല ശബ്ദവും നാരായണ ശ്രുതിയാണ്. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. എന്തൊക്കെ തന്നെ കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മമൊക്കെ തന്നെ ഭഗവാന് ചെയ്യുന്ന അർച്ചനകളാണ്, പൂജകളാണ്, ഭഗവാന് ചെയ്യുന്ന ആരാധനയാണെന്ന് കരുതാമെങ്കിൽ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ അങ്ങനെ ചെയ്യാമെങ്കിൽ അപ്പൊ കർമ്മവും നാരായണാർപ്പണമായി, മനസ്സ് നാരായണാർപ്പണമായി, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഭഗവതർപ്പണമായെങ്കിൽ യാതൊന്നിതൊക്കെ ഇവിടെ നാരായണനേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ഏകമേവ അദ്വിതീയം, ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടാമതില്ല. രണ്ടാമതൊരു വസ്തു കണ്ടിട്ടില്ലെങ്കിലോ ഇണ്ടൻ ഇല്ല, സംസാരം ഇല്ല. ഈ ഇണ്ടൽ സംസാരമാണ്. അതിൽ നിന്നായിരിക്കാം ചിലപ്പോൾ മിണ്ടൽ വന്നിട്ട് മലയാളത്തിലെ സംസാരമായിട്ട് മാറിയത്. ഇണ്ടൽ മിണ്ടലും മിണ്ടൽ സംസാരവുമായിട്ട് മാറി. സംസാരിക്കണമെന്നാണല്ലോ പല സംസാരവും ഉണ്ടാവണത്. അപ്പോ അതങ്ങടെ ജ്ഞാതേ തത്വേ കഹ സംസാര. തത്വജ്ഞാനം ഉണ്ടായിക്കഴിയുമ്പോൾ എവിടെ സംസാരം? ദുഃഖമില്ല, ശാന്തമായി. ഇതാണ് പണ്ടേ കണക്കെ വരുവാൻ എന്ന് വെച്ചാൽ, പണ്ടേ കണക്കെ എന്ന് പറയുമ്പോൾ ആദിയിൽ ഒരു വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മാവായുധമഗ്ര ആസീത്. ആദിയിൽ ഒരു ആത്മവസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയണേ, അല്ലേ? ഭഗവാന്റെ നാഭികമലത്തിൽ ബ്രഹ്മാവ് ഉദിച്ചു എന്നൊക്കെ പറയണം. ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ആ പണ്ടേ കണക്കെ, ആ പണ്ട് എന്തുണ്ടായിരുന്നു അതേ എപ്പോഴും ഉള്ളൂ. ഇനി ഫ്യൂച്ചറിലും അതേ ഉണ്ടാവുള്ളൂ. ഭാഗവതം ഏകശ്ലോകി, ചതുശ്ലോകി എന്ന് പറഞ്ഞാൽ ഏകശ്ലോകിയാണ്. അഹമേവാസമേവാഗ്രേൻ അന്യത് സതസത്പരം പശ്ചാദഹം യതേ തച്ഛയോപശിഷ്യേത സോസ്മ്യ. ആദിയിലും മധ്യത്തിലും അന്തത്തിലും ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഭഗവാന്റെ ഉപദേശം. അതിൽ നടുക്ക് പലതും ഉണ്ടായ പോലെ തോന്നുകയാണ്. വാസ്തവത്തിൽ സൃഷ്ടി സാധ്യമല്ല എന്നാണ് വേദാന്ത നിർണയം. ഇവിടെ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ, ശുദ്ധ ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇന്ന് അത്ര നാമരൂപങ്ങൾ കാണുന്നുണ്ടല്ലോ. സ്വർണത്തിൽ വളയും മാലയും മോതിരവും ഒക്കെ ഉണ്ടാവുന്ന പോലെ ഒരേ ചൈതന്യം പല നാമരൂപങ്ങളായിട്ട് കാണുന്നു. ജഗത്തിൽ പല നാമരൂപങ്ങളായിട്ട് കാണുന്നു. എല്ലാത്തിനെയും അന്വേഷിച്ച് നോക്കുമ്പോൾ അവസാനം അത് ചൈതന്യമാണ്. അത് പ്യുവർ കോൺഷ്യസ്നെസ്സാണ്, ശുദ്ധ ബോധമാണ്. മറ്റൊന്നും ഇവിടെയില്ല. പുറത്ത് കാണപ്പെടുന്നതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവസാനം അന്വേഷിക്കുന്ന ആള് ഇല്ലാതായിട്ട് തീരും. അന്വേഷിക്കുന്ന ആളും അന്വേഷിക്കപ്പെടുന്ന വസ്തുവും ഇല്ലാതെ ശുദ്ധ പ്രജ്ഞാനം മാത്രം അവശേഷിക്കും. അതുമാത്രമാണ് സത്യം. അത് ഏകമാണ്, രണ്ടില്ലാത്തതാണ്. ഇപ്പോ ഈ രണ്ടാമത് വരാൻ കാരണം എന്താ? അനുഭവത്തില്
പ്രതിദിനം സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ഒന്നുമില്ല, അന്യമേ ഇല്ല, സുഖമായിരുന്നു. ഏറ്റവും വലിയ ദുഃഖമുള്ള ദിവസം പോലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അത് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സമാധാനമായതുകൊണ്ടാണ് ടെൻഷൻ അടിച്ച് ഡോക്ടറുടെ അടുത്ത് പോയാലും ട്രാങ്ക്വലൈസർ തന്നു ഉറങ്ങാൻ പറയണം. വേറെ വഴിയൊന്നുമില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് പോയവനെ പോലും പിടിച്ചിരുത്തി ഒരു ഇഞ്ചക്ഷൻ ഉള്ളിലേക്ക് കയറ്റും. എന്തിനാന്ന് വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭ്രാന്തുമില്ല, പ്രപഞ്ചവും ഇല്ല, ഒന്നും എളുപ്പത്തിന് വരുന്ന ഒരു സമാധാനം എല്ലാവർക്കും വരണം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അഡിക്റ്റഡ് ആണ് സ്ലീപ്പിന്, ഉറക്കത്തിന്. ഉറക്കത്തിന് ഒരു അഡിക്ഷൻ ഉണ്ട് നമുക്ക്. ഉറക്കം വരണില്ല. കാരണം ഒരു സമാധാനം കിട്ടുന്നത് അവിടെ മാത്രമാണ് മനുഷ്യർക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും ഉറങ്ങണം. ഉറക്കം ഒരു ഡ്രഗാണത്. യോഗികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രഗാണ്. അത് ഉറങ്ങിയാൽ സുഖം. ശരിക്കും തത്വം അറിഞ്ഞ ആൾക്ക്, യോഗിക്ക് ഉറങ്ങണം എന്നില്ല എന്നാണ്. ഇപ്പൊ രമണ മഹർഷി പലപ്പോഴും ആളുകൾ ഉറങ്ങി കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്. ശരീരം ഉറങ്ങും, വയ്യാതെ ആയിട്ട് ക്ഷീണിച്ചുറങ്ങുന്നല്ലാതെ ഉറങ്ങണം ഇത്ര സമയം ആകുമ്പോൾ വിരിച്ചിട്ട് കിടന്നുറങ്ങും അങ്ങനെയൊന്നുമില്ല. നിശ്ചലമാണ്, ചിത്തവൃത്തികളില്ലാത്ത ശാന്ത സ്ഥിതി തന്നെ ഉറക്കത്തിനേക്കാളും റിജുവിനേറ്റിംഗ് ആണ്. ഇത് കുറച്ച് അലേർട്ട് ആവണം നമ്മൾ, അപ്പോഴേ അത് അറിയുള്ളൂ. മിണ്ടാതെ ഇരിക്കുന്നത് തന്നെ നമുക്ക് രാത്രി ഉറക്കം പോയോ ഒരു കുഴപ്പമില്ല. അസ്വസ്ഥമായിട്ട് എഴുന്നേറ്റ് ഇരിക്കുക, ധ്യാനിക്കുക. ഉറക്കം വന്നാൽ ഉറങ്ങുക. ഉറക്കം വന്നില്ല നീ വിചാരം കൊണ്ട് തന്നെ ക്ഷീണിക്കും. ഉറങ്ങിയിട്ടില്ലെങ്കിലല്ല ക്ഷീണിക്കണത്, ഉറക്കം വന്നില്ല എന്ന് വിചാരിച്ച് ചിന്തിച്ച് ക്ഷീണിക്കും. ഉറക്കത്തില് ശരിയായ ഉറക്കം അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിക്കും. അതിനകത്ത് കിടന്ന് പണിയെടുക്കുവേ. അപ്പോ ഉറക്കം ശരിക്ക് ആത്മസ്ഥിതി തന്നെ അതിന് പകരമാണത്. ഏകാന്തമായിട്ട് ഇരിക്കുക. ഇത് നമ്മൾ വയസ്സാവും തോറും ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് വയസ്സാവും തോറും ഉറക്കത്തിനെ ആശ്രയിക്കരുതെന്നാണ്. ഉറക്കം വന്നാൽ നല്ലത്. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഉറക്കം വന്നില്ലേ നിശ്ചലമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത്തിരി ജപം ചെയ്യൂ, നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കൂ, പതുക്കെ മിണ്ടാതെ ചുമ്മാ ശാന്തമായിട്ട് ഇരുന്ന് നോക്കൂ. കൂടുതൽ എനർജൈസ്ഡ് ആവും. ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ ഉത്സാഹം, എനർജി വരും. ഇത് കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല. അത് വലുതാവും തോറും നമുക്ക് നാച്ചുറലി പ്രകൃതിയുടെ ഈ ഉറക്കം കുറയും. വേറെ ഒരു പ്രക്രിയയിൽ പറഞ്ഞാൽ ഈ ഉറക്കത്തിനെ കാരണശരീരം എന്ന് പറയും. അത് വേറൊരു പ്രക്രിയയാണ്, ഞാൻ വേണമെന്ന് പറഞ്ഞ് പറയാതെ. ഈ കാരണശരീരം ഒരു ബാഗ് പോലെയാണ്. നമ്മൾ ജനിച്ച കുട്ടികൾക്ക് ധാരാളം ഉറക്കമുണ്ടാവും. 10-15 മണിക്കൂർ അവർ ഉറങ്ങും. പിന്നെ കുറെ ആവുമ്പോൾ ആ ബാഗിൽ നിന്ന് ഓരോരോ സാധനമായിട്ട് എടുത്ത് പുറത്ത് വെക്കും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ബാഗ്. അപ്പൊ കാരണ ശരീരത്തിൽ നിന്ന് പതുക്കെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ചിലതൊക്കെ വരും, ചിലത് സ്ഥൂല ശരീരത്തിലേക്ക് ആവിർഭവിക്കും. ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും തോറും ആ ബാഗ് കുറഞ്ഞു വരും. പിന്നെ വയസ്സാവും തോറും കാരണ ശരീരം ചെറിയ പെർസ് പോലെ ആവും. സൂക്ഷ്മ ശരീരം വലിയ ഭാണ്ഡം. സ്ഥൂല ശരീരത്തിന് ശക്തിയൊന്നുമില്ല. സൂക്ഷ്മ ശരീരമാണ് അങ്ങനെ ബ്രഹ്മാണ്ഡ വ്യാപ്തമായിട്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ മരണത്തിന് ശേഷം ട്രാവൽ ചെയ്യേണ്ട റോഡ് അതാണ്. അറിയോ? നമ്മൾ വിചാരിക്കും മരിച്ച എവിടെ പോകുമെന്ന് നമുക്ക് അറിയില്ല. നല്ലവണ്ണം നിങ്ങളുടെ മനസ്സിനെ നോക്കൂ, റോഡ് കാണാം. നിങ്ങൾ അടുത്ത ട്രാവൽ ചെയ്യാൻ പോകുന്ന റോഡ് ക്ലീൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ വിട്ടു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിനെ നോക്കിയാൽ ഹൈവേ റോഡോ അല്ലെങ്കിൽ ഈ കുണ്ടുകുഴിയുള്ള റോഡോ ഒക്കെ ഉള്ളിൽ കാണാൻ പറ്റും. ഇതാണ് അടുത്ത ട്രാവലിംഗ് റോഡ്. അവിടെ നല്ല ഉപാസനയും ദേവതകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വന്ന് സുഖമായി ആനന്ദമായി അങ്ങനെ ദേവയാനം എന്ന് പറയുകയാണ്. നല്ല ഡിവൈൻ ഹൈവേ. അല്ലെങ്കിൽ ദക്ഷിണായനം, അത് പിതൃയാനമാണ്. എന്ന് വെച്ചാൽ ജനറ്റിക് പാത്ത്.
One is the divine path, the other is the genetic path. നമ്മളുടെ പിതൃയാനമാണ്, നമ്മളുടെ ജീൻസിൻ്റെ ഉള്ളിലുള്ള പാത്താണത്. നമ്മളുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു മരിച്ചാൽ ഒന്നുമില്ല, മുത്തശ്ശനെയൊക്കെ കാണാം, അവരെ കാണാം. പലരും ഇവിടുന്ന് തന്നെ കാണാൻ തുടങ്ങും അല്ലേ. വയസ്സാവും തോറും അവർ വരണു, ഇവർ വരണു ഒക്കെ പറയാം, അവരൊക്കെ റെഡി ആയിട്ടിരിക്കാം. അപ്പൊ ഇതാണ് സൂക്ഷ്മ ശരീരത്തിന്റെ മാർഗം. അതുകൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിനെയാണ് ലിംഗം വ്യപോഹേത് കുശലഹ അഹമാഖ്യം എന്ന് ഭാഗവതം. ഈ ലിംഗശരീരത്തിനെയാണ് യോഗി ഇല്ലാതാക്കുന്നത്. ഈ ലിംഗശരീരം ഇല്ലാതായാൽ പിന്നെ ഈ കാരണശരീരം എന്ന് നമ്മൾ വിളിക്കുന്ന സുഷുപ്തി ഉണ്ടല്ലോ, അത് സുഷുപ്തിയല്ല, അത് സമാധിയാണ് യോഗിക്ക്. അപ്പോ ആ ലിംഗശരീരമാണ് സകല പ്രതിബന്ധങ്ങൾക്കും മൂലകാരണമായിട്ട് നിൽക്കുന്നത്. ചിത്തവൃത്തികൾ, പല അറ്റാച്ച്മെന്റ്, പല ആഗ്രഹങ്ങൾ, ഈ പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തിരുന്നാൽ വേണ്ടില്ലേ, ഒക്കെ കയറ്റി ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഭാര്യയാണ്, കുട്ടികളാണ്, സ്വത്താണ്, ഒക്കെ ശരി. പക്ഷെ ഇതൊക്കെ കെട്ടിയെടുത്തോണ്ട് പുറപ്പെടുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിൽ കയറ്റി സൂക്ഷ്മ ശരീരത്തിൽ, ലിംഗശരീരത്തിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പോ ഇതിനൊക്കെ മൂലകാരണമായിട്ടിരിക്കണതോ ഈ അഹങ്കാരമാണ്. ഒറ്റ സാധനം, ഈ അഹങ്കാരമാണ് യാത്ര ചെയ്യാൻ പോണ ആള്. ആ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് യോഗി ചെയ്യണത്. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഭഗവാനെ അവിടെ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്നൊക്കെ പറയണ സാധനങ്ങളൊക്കെ ഈ അഭിമാനത്തിനെ ഇല്ലാതാക്കാൻ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണം ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണം. ഭഗവാന്റെ നാമകീർത്തനം ചെയ്യാണ്. ആനന്ദ ചിന്മയ ഹരേ. ആനന്ദ ചിന്മയനാണ് ഭഗവാൻ, ചിത് സ്വരൂപനാണ്, ആത്മസ്വരൂപമാണ്. ആനന്ദം ചിത്ത്, ചിദാനന്ദം എന്ന് പറയുന്നതിന് പകരം ആനന്ദ ചിന്മയ ഹരേ. സത്ത് ചിത്ത് ആനന്ദം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണം ഞാൻ എന്ന ഭാവം അതുക്തോ നായിക വേണം ഇഹ. ഭഗവാനെ, ഞാൻ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഈ ഈഗോ, അഹങ്കാരം, ലെറ്റ് മീ ബി ഫ്രീ ഓഫ് ഇറ്റ്. ഈ അഹങ്കാരത്തിനെ ഉള്ളിൽ നിന്നും എടുത്തു കളയൂ ഭഗവാനെ. ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിക. അതാണ് വൈറസ്, അതാണ് വൈറസ്, അതാണ് സംസാരത്തിന്, ദുഃഖത്തിന്, ഡിപ്രഷൻ, സ്ട്രെസ്, ഇതിൻ്റെയൊക്കെ വൈറസ് അതാണ്. ഇപ്പൊ ഈ അഹങ്കാര വൈറസ്, രാമൻ പറയണു വാസിഷ്ഠത്തിൽ, അഹങ്കാരവശാദാപത് അഹങ്കാരാ ദുരാദയ അഹങ്കാരവശാദീഹ നാഹങ്കാരാത് പരോരിപു. ഈ അഹങ്കാരം അല്ലാതെ ഒരു ശത്രുവെ കാണാനില്ല. അതാണ് ആപത്ത്, അതാണ് പല ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് പല ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. വസ്തു അഹങ്കാരരിക്തത. വാസ്തവമായിട്ടുള്ളത് എന്താ? ഈ അഹങ്കാരം ഇല്ലാതാവുമ്പോൾ ഉള്ള ശാന്തി. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, നാൻ ഉദിയാതെ ഉള്ള നില നാം അതുവായി ഉള്ള നില. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത ആ സ്ഥിതി തന്നെ നമ്മൾ അതായിട്ടിരിക്കണമെന്ന്, പൂർണ്ണമായിട്ടിരിക്കണം. നാൻ ഉദിയാതുള്ള നില നാം അതുവായുള്ള നില. നാൻ, അപ്പൊ എങ്ങനെ ഞാൻ ഉദിക്കാത്ത സ്ഥിതി വരും? അവിടെ മാർഗം എന്താ? ഞാൻ ഉദിക്കും സ്ഥാനമതൈ നാട്. ഈ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കുന്നു എന്ന് വിചാരം ചെയ്തു നോക്കൂ. ഞാൻ എവിടെ ഉദയം ചെയ്യുന്നു, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കൂ. നാനുദിക്കും സ്ഥാനമതൈ നാടാമൽ നാനുദിയാ തന്നിഴപ്പൈ ശാർവദേവൻ. ഇത് അങ്ങനെ വിചാരം ചെയ്യാതെ ഞാൻ എന്നുള്ള അഭിമാനമില്ലാത്ത തന്നിഴപ്പ്, ഒരു സ്പെഷ്യൽ വേർഡാണ് അവിടെ, തന്നിഴപ്പ് എന്ന് വെച്ചാൽ അഭിമാനമില്ലാത്ത സ്ഥിതി, ശാന്തി. എന്തിനെയൊക്കെയോ നഷ്ടപ്പെടുത്തുന്നു, അഹങ്കാരം അങ്ങോട്ട് പോയാൽ തന്നിഴപ്പ്. ഷാറാമൽ താനതുവാ മന്നിലയിൽ നിற்பതവൻ സാറ്റ്. അങ്ങനെ ഇല്ലാതെ താൻ ആ പൂർണ്ണമായിട്ടിരിക്കുന്ന സ്ഥിതിയിൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഈ അഭിമാന അഹങ്കാരം ഒഴിഞ്ഞു പോകണം.
എങ്ങനെയെങ്കിലുമൊക്കെ അഹന്തൈ ഉരുവഴിതൽ മുക്തി. മുക്തി തന്നെ എന്താണ്? അവസാനം പറഞ്ഞു അഹന്തൈ ഉരുവഴിതൽ മുക്തി. ഈ ഞാൻ എന്നുള്ള അഹങ്കാരം വേരോടെ അറ്റുപോകുന്നതാണ് മുക്തി. അതിന് ഒന്നിൽ ആത്മവിചാരം ചെയ്യണം, ഇല്ലെങ്കിലും അഖണ്ഡത്തിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഈ അല്പമായ അഭിമാനത്തിനെ വാസ്തവമായി അന്വേഷിച്ചു നോക്കണം, ഇല്ലെങ്കിലോ അഖണ്ഡത്തിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. മഹർഷി തന്നെ പറഞ്ഞു, അരുണാചലമെന അഹമേ നിനൈപ്പവർ അഹത്തൈ വേററുപ്പായ അരുണാചലം. അരുണാചലം എന്ന ആ അഖണ്ഡ തത്വത്തിനെ സ്മരിക്കും തോറും ഈ അല്പമായി ഞാൻ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോണ പോലെ ഭഗവത് ഭക്തി ഉള്ളിൽ വരുമ്പോൾ, ഭഗവത് സ്മരണ ഉള്ളിൽ വരുമ്പോൾ ഈ അല്പമായ ജീവഭാവം വാസ്തവമല്ലാതെ മറഞ്ഞു പോകും. അതാണ് ഇവിടെ വഴി. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ഭഗവാനെ, ഞാൻ എന്ന ഭാവം എൻ്റെ ഉള്ളിൽ തോന്നാതിരിക്കട്ടെ ഭഗവാനെ. തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ വീണ്ടും തോന്നുകയാണെങ്കിൽ ആത്മവിചാരം ചെയ്തു, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കി അതീവ സൂക്ഷ്മമായി നിശിതമായി അതിനെ അന്വേഷിച്ച് ക്രമേണ വാസനകളോടെ മുച്ചൂടും അതിനെ മുടിച്ചു കളഞ്ഞു ഹൃദയത്തിൽ എന്ന് വെച്ചോളാം. പിന്നീട് ഉണരുമ്പോ വീണ്ടും ഒരു അഭിമാനം ഉദിക്കും. എന്താന്ന് വെച്ചാൽ പ്രാരബ്ധം ഉണ്ടല്ലോ. അപ്പൊ പ്രാരബ്ധം ഉള്ളത്തോളം ദഗ്ധരജ്ജു പോലെ, കത്തിക്കരിഞ്ഞു പോയ കയറ് പോലെ തോന്നും, അതുകൊണ്ട് കെട്ടാൻ പറ്റില്ല. അതുപോലെ ഒരു അഭിമാനം പോലെ ഒന്നും ഉണ്ടാവും. അത് അവരവരുടെ സംസ്കാരം അനുസരിച്ച് ഭക്തിയിലോ ജ്ഞാനത്തിലോ യോഗത്തിലോ ലോകകാര്യ കർമ്മ യോഗത്തിലോ ഏതിലെങ്കിലുമൊക്കെ വന്ന് നിൽക്കും. മഹാത്മാക്കളുടെ വിഷയത്തിൽ ജീവൻ മുക്തന്മാരുടെ പ്രാരബ്ധം കഴിയുന്നവർക്ക് അത് വന്ന് നിൽക്കും. അപ്പൊ ഈ അഭിമാനവൃത്തിയെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും ആ അഭിമാനവൃത്തി പോലെ ഒന്ന് ഉദയം ചെയ്ത് ആ മുക്തപുരുഷന്റെ ശരീരം എന്ത് പ്രകൃതിയാണോ അത്, അതിനുശേഷം മുക്തപുരുഷന് പിന്നെ സാധനയൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ വൊളിഷൻ പോയി കഴിഞ്ഞു. അയാളെ കൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. അയാളുടെ വൊളിഷൻ പോയി കഴിഞ്ഞു. പക്ഷേ ആ ശരീര മനസ്സിനെ എടുത്തുകൊണ്ട്, ആ ശരീര മനസ്സ് പൂർവ്വ സാധനയ്ക്ക് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു അലങ്കാരം പോലെ അതിൽ കിടക്കും. അങ്ങനെയാണ് ഈ മുക്തപുരുഷന്മാര് ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അവര് പൂർവ്വശരീരത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ അംശം അവിടെ ഉണ്ടാവും. അതോടുകൂടെ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു. പക്ഷേ അവിടെ അഖിലം ഞാനിതെന്ന വഴി, അവിടെ ഈ അഹം ഉദിക്കുമ്പോ ഈ ഞാൻ ഇത് മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണയില്ല. എല്ലാം ഞാൻ തന്നെയാണ്. ഈ കാണുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ ഞാൻ തന്നെയാണ്. അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യവും, അത്തരത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ഇതിലും വരും. ഈ കാണുന്നതൊക്കെ തന്നെ ഞാൻ തന്നെയാണ്. വദനം നമുക്കുശിക്ക് വസനങ്ങൾ സന്ധ്യകളും, ഉദരം നമുക്ക് ഉദധി ഉലകേഴു രണ്ടുമിഹ, ഹൃദയം നമുക്കു ശിവ, നേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമഃ. ഈ കാണുന്നത് മുഴുവൻ അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യവും, ദിശശ്രോത്രേ വാഗ് വിവൃതാശ്ച വേദാഃ, വായുഃ പ്രാണോ ഹൃദയം വിശ്വമസ്യ, പദ്ഭ്യാം പൃഥിവീ ഹ്യേഷ സർവഭൂതാന്തരാത്മാ. വദനം നമുക്ക് ശിഖി, ശിഖി എന്ന് വെച്ചാൽ അഗ്നി, അഗ്നിമുഖമാണ്. അഗ്നിർമൂർധ, വസനങ്ങൾ സന്ധ്യകളും, രാത്രിയും പകലും രണ്ട് വസ്ത്രങ്ങൾ പോലെയാണ് വസനങ്ങൾ സന്ധ്യകളും. ഉദരം നമുക്ക് ഉദധി, മുൻപും പിൻപും പോലെ. ഉദധി നമുക്ക് ഉദരം, സമുദ്രം നമുക്ക് ഉദരം, വയറ്. ഉലകേഴു രണ്ടുമിഹ, ഹൃദയം, വിശ്വം ഹൃദയം, വിശ്വം തന്നെ ഹൃദയമാണ്. നേത്രങ്ങൾ രാത്രി പകൽ. അങ്ങനെ അഹമേവ വിശ്വതനു എന്ന് പറയുന്നുണ്ട്. ഈ വിശ്വശരീരിയായി വിശ്വം വിഷ്ണു, വിശ്വസ്മൈ നമഃ, വിഷ്ണവേ നമഃ, വഷത്കാരായ നമഃ. ഇല്ലേ, എല്ലാം ഒരേ ശക്തിയാണ്. ശക്തിക്കു തക്ക വഴി ഇത്തം ഭജിപ്പവനു ഭക്തിയാ വിദേഹ ദൃഢ വിശ്വാസമോടും അഥ ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനു അയക്കുന്നതെന്നു ഹരിനാരായണായനം.
അതുകൊണ്ട് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ ആദ്യം ഈ ഞാനെന്ന ഭാവം തോന്നാത്ത നിർവികൽപ്പ സമാധിയിൽ കൊണ്ടെത്തിക്കുകയാണ് ഉള്ളിൽ യോഗി. ധ്യാനം ചെയ്ത് തൻ്റെ സ്വരൂപം എന്താണെന്ന് ഉള്ളിൽ ആരാഞ്ഞു നോക്കുന്നു. ഈ അഹങ്കാരത്തിനെ, ഞാൻ എന്നുള്ള വൃത്തിയെ അതിൻ്റെ മൂലസ്ഥാനത്തിൽ ഒടുക്കുന്നു. ഹൃദയത്തിൽ അടക്കുമ്പോൾ അവിടെ അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയിൽ ശുദ്ധമായ ചൈതന്യം, ബോധം, ആകാശം പോലെ നിർമ്മലമായി ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. പിന്നീട് തോന്നുന്നതാകിൽ എന്ന് വെച്ചാൽ വീണ്ടും പ്രാരബ്ധശേഷം ഉണ്ടെങ്കിൽ, വീണ്ടും മനസ്സ് ഉദയം ചെയ്യുമ്പോൾ അപ്പൊ എങ്ങനെ തോന്നും? അഖിലം താൻ, അഖിലവും ഞാനാണ്, അഖിലവും എൻ്റെ സ്വരൂപമാണ്, അഖിലവും ആത്മാവാണ്, കാണപ്പെടുന്നതൊക്കെ ആത്മസ്വരൂപമാണ് എന്ന് തോന്നേണമേ വരദ നാരായണായ നമ. ഞാൻ കാണുന്നവരൊക്കെ ഞാൻ തന്നെയാണ്. ഒരു കണ്ണാടി മണ്ഡപത്തിൽ കയറിയാൽ എങ്ങോട്ട് നോക്കിയാലും എൻ്റെ രൂപമാണ്, ദർപ്പണ മണ്ഡപത്തിൽ. അതുപോലെ ഈ ജഗത്തിൽ കാണുന്നതൊക്കെ തന്നെ എൻ്റെ തന്നെ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ ആരോട് വെറുക്കും, ആരോട് ദ്വേഷിക്കും, ആരെ ഭയപ്പെടും? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനത. ആരിൽ സർവഭൂതങ്ങളും ആത്മാവായി തീർന്നിരിക്കുന്നു. തത്ര കോ മോഹ കശോക ഏകത്വം അനുപശ്യത. അവിടെ മോഹം എവിടെ, ശോകം എവിടെ? ഒന്നേ കാണുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ആ സത്യദർശിക്ക് അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഇവർ കാണുന്നതൊക്കെ തന്നെ ഞാൻ തന്നെയാണെന്ന് ഭഗവാനെ. എന്ന് വെച്ചാൽ എന്താ? അപ്പൊ ആരോട് രാഗദ്വേഷമില്ല, മാത്സര്യമില്ല അല്ലേ? അല്ലെങ്കിൽ എന്താ ഈ രാഗദ്വേഷമൊക്കെ ഹാലിളകിയിട്ടേ ഉള്ളില് ഒന്നിനും ഗർവി എല്ലാത്തിനെയും കടന്ന് ദമ്പായ വൻമരം അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളർത്ത് അവധിയില്ലാതെ കായികനികൾ എൻ പേരിൽ ഒത്തരികിൽ വാഴുവതിന്നു ഗതി നിൻപാദഭക്തി ഹരി നാരായണായ നമ. ധന്യോഹം അതിമാന്യോഹം എന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ ഇതെന്നുമിതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാട് ദംഭമയം ഒന്നിച്ചുകൂടിയതു നാരായണായ നമ. ഈ അഹങ്കാരം ഇങ്ങനെ കാട്ടില് ഈ ആവശ്യമില്ലാത്ത മരങ്ങൾ പടർന്ന് പന്തലിച്ച പോലെ കിടക്കുകയാണ്. ഒരുപാട് അതിൽ വിഷക്കായികൾ പൂത്ത് പഴുത്ത് നിൽക്കുകയാണ്. പലവിധ അനുഭവങ്ങൾ വളർന്ന് നിൽക്കുകയാണ്. ഭഗവാനെ, ഈ അഹങ്കാര വൃക്ഷത്തിന്റെ മൂലം ഒന്ന് മുറിച്ചു കളഞ്ഞാൽ നന്നായിരുന്നു. ഈ അഭിമാനമില്ലാതെ ഉള്ളില് ശാന്തി ഉണ്ടാക്കി തന്നാൽ നന്നായിരുന്നു എന്നാണ് ഭഗവാനോട് പ്രാർത്ഥന. അപ്പോ ഈ അഹങ്കാരത്തിന്റെ മൂലത്തിനെയാണ് അന്വേഷിക്കുന്നത്. ഈ അഹംവൃത്തി എന്താണ് എന്നിങ്ങനെ ആരായുന്തോറും ഹൃദയസ്ഥാനത്തിൽ ഈ അഹംവൃത്തി ചെന്ന് ലയിക്കുകയും അഭിമാനവൃത്തി ഇല്ലാത്ത ശുദ്ധ ചൈതന്യം ഹൃദയത്തില് പ്രകാശിക്കുകയും ചെയ്യും. അതാണ് അഖിലം താനിതെന്ന വഴി. എല്ലാവരും താനാണ്, ആത്മാവാണ്, സർവഭൂതങ്ങളിലും ഞാൻ തന്നെ ഇരിക്കണം എന്ന് കാണുമ്പോൾ ന വിജുഗുപ്സതേ, വെറുക്കില്ല, ഭയപ്പെടില്ല, ഒന്നിനോടും ഒരു വിരോധമില്ല. നോക്കൂ, വാസ്തവമായ അറിവ് ഉള്ളിൽ പ്രകാശിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നിനോടും വിരോധമില്ല, ഒന്നും ഉപേക്ഷിക്കാനില്ല, ഒന്നും എടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. അതാണ് ശരിയായ സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കലല്ല, ഒന്നും ഉപേക്ഷിക്കലൊന്നുമില്ല, എല്ലാരെയും സ്വീകരിക്കലാണ്. സകലതും ആത്മാവായി കാണലാണ്. സർവവും തൻ്റെ തന്നെ സ്വരൂപമായിട്ട് കാണുകയാണ്. അവിടെ കൊടുക്കുക, വാങ്ങിക്കുക, തള്ളിക്കളയുക, വെറുക്കുക, ഉപേക്ഷിക്കുക, എടുക്കുക, ഒന്നുമില്ല. സകലതും ചൈതന്യമാണെന്നുള്ള ദർശനമാണ്. ആ ദർശനത്തിന്റെ ഒരു ആനന്ദമെന്തു ഹരി. ഇവിടെ പറയണത് എന്തൊരു ആനന്ദമാണ് ഭഗവാനെ. ഇതാണ്
യോഗികളുടെ, ഏകാന്ത യോഗികളുടെ ആനന്ദം. ആ ആനന്ദത്തിന് പോകാതെ കാക്കകളുടെ കൂട്ടത്തില് ചുറ്റാണെന്നാണ് പറഞ്ഞത്. ഏകാന്ത യോഗികളുടെ ആനന്ദം ഇതാണ്. ഇങ്ങനെ സകലതും ഭഗവത് സ്വരൂപമായി കണ്ട് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനും മുക്തിക്കു തക്കൊരു ഉപദേശം നൽകും ജനനമറ്റീടുമെന്നവനു നാരായണായ നമഃ. ഇതാണ് മുക്തിക്ക് തക്കൊരു ഉപദേശം. ഇതാണ് എന്താണ്? നീ തന്നെ ആ തത്വം, നിന്റെ സ്വരൂപം തന്നെയാണത്. നീ നിന്റെ വാസ്തവമായ സ്വരൂപത്തിനെ നീ അറിഞ്ഞു കഴിയുമ്പോൾ നീ ശരീരമല്ല, നീ മനസ്സല്ല, നീ ബുദ്ധിയല്ല, അഹങ്കാരമല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ചൈതന്യമാണ് നീ. ആനന്ദമാണ് നിന്റെ സ്വരൂപം. ഇങ്ങനെ നീ നിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ജഗത്തിലെല്ലാം അത് തന്നെ. അപ്പോഴാണ് സന്തോഷം. ഭാഗവതത്തില് ദത്താത്രേയൻ ഇങ്ങനെ ആനന്ദമായിട്ട് നടക്കുകയാണ്. ഒരു കോണകം മാത്രം, കൗപീനം മാത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ച് നടക്കുകയാണ് ഒരു അവധൂതൻ. ആ അവധൂതനെ കണ്ടിട്ടാണ് യദു മഹാരാജാവ് ചോദിക്കുന്നത്, രാജാവിന് അസൂയ തോന്നി, ഇങ്ങനെയുണ്ടോ ഒരു ആനന്ദം? ഞാൻ രാജാവാണ്, എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, ആരെവിടെയെന്ന് വിളിച്ചാൽ എല്ലാവരും പോരും, എന്ത് വേണമെങ്കിൽ ചെയ്തു തരും, എന്നിട്ടും എനിക്ക് ആനന്ദമില്ല. ഈ യോഗിക്ക് അടുത്ത നേരത്തെ ഭക്ഷണം ഇവിടെ കിട്ടുന്ന അറിയില്ല, ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കണത്. ഇങ്ങനെയൊക്കെ ഉള്ള ആള്. ത്വം തു കൽപഹ കവിഹി ദക്ഷഃ സുഭഗോ അമൃതഭാഷണ ന കർത്ത നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ജഡം പോലെ, ഉന്മത്തനെ പോലെ, പിശാചിനെ പോലെ സഞ്ചരിക്കുകയാണെന്ന്. ആനന്ദമായിട്ട് സഞ്ചരിക്കുന്നു, ഒരു നിയമങ്ങൾക്കും വഴങ്ങുന്നില്ല, സ്വതന്ത്രമായിട്ടിരിക്കുന്നു, അബ്സല്യൂട്ട്ലി ഫ്രീ. ആ ആനന്ദം കണ്ടിട്ട് രാജാവിന് അസൂയ തോന്നി. ഇതെങ്ങനെയാ? ഈ കഥയൊക്കെ ആവർത്തിച്ച് വരും. അലക്സാണ്ടർക്ക് ഇങ്ങനെ ഒരു യോഗിയെ കണ്ടിട്ട് അസൂയ തോന്നി. ഇയാള് ലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ട് ചക്രവർത്തിയാവാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു. ലോകമഹാപിച്ചക്കാരൻ. അയാളുടെ പിച്ചപാത്രം എത്ര യുദ്ധം ചെയ്ത് ശേഖരിച്ചിട്ടും നിറഞ്ഞില്ല. അയാളെയാണ് നമ്മൾ സ്കൂളിലൊക്കെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പഠിപ്പിക്കുന്നത്. ഐഡിയൽ നോക്കൂ അല്ലേ? അയാള് ആതതായിയാണ്. അറുകൊല എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ? അറുകൊല. സർവത്ര ചെന്ന് കൊന്നത് തള്ളുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഭാരതദേശത്തിൽ വന്ന് വക്കിലെത്തി തിരിച്ചുപോയി. അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായം പറയേണ്ട ആളുകള്. കഥ എഴുതിയവരൊക്കെ അവരാണ്. അപ്പൊ അവരെഴുതിയപ്പോ പറഞ്ഞത് ഇയാള് ഇവിടെ വന്ന് ജയിച്ചു, എന്നിട്ട് രാജ്യം ഈ പുരുഷോത്തമന് തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. പോരസ് എന്നാണ് അവർ പേര് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഈ പുരുഷോത്തമന് തിരിച്ചു കൊടുത്തു. പൗരവരാജൻ പർവ്വതേശ്വരൻ അയാൾക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് പറയണത്. അങ്ങനെയൊന്നും കൊടുത്തിട്ട് പോണ കൂട്ടരല്ല അവര്. നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടാവും. അതാണ് കാര്യം. അതുകൊണ്ടാണ് പോണ വഴിയില് പടം വിടുകയും ചെയ്തു. പോണ വഴിയിൽ, ഇവിടുന്ന് പോണ വഴിക്ക് തന്നെ കാര്യം കഴിഞ്ഞു. അതിന് ഒരുപാട് റിസർച്ച് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടുന്ന് ഇങ്ങടേക്ക് കടക്കുമ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. ഉള്ളിലേക്ക് തലയിട്ടില്ല, കളവറായിട്ട് കിട്ടിയ അടിയോടുകൂടെ തിരിച്ചുപോയി. അതാണ് സംഭവിച്ചത് വാസ്തവത്തിൽ. ആ പോകുന്നതിന് മുമ്പ് ഒരു നല്ല ലെസനും കിട്ടി. ഇവിടെ ഒരു ഭിക്ഷക്കാരൻ ഗംഗാതീരത്തിലോ എവിടെയോ നദീതീരത്തിൽ കിടക്കുന്നു. ഗംഗാതീരത്തിലേക്കൊന്നും അയാൾ വന്നിട്ടില്ല, അവിടെ തന്നെ എവിടെയോ കിടക്കുന്നു. കണ്ടു ആനന്ദമായിട്ടിരിക്കുന്നു. എല്ലാവരും ഇയാളെ കണ്ടാൽ പേടിക്കും, ഭയപ്പെടും. ശ്രദ്ധിച്ചതേയില്ല, ഒട്ടും ശ്രദ്ധിച്ചില്ല. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ട് അത്ര, ഇവിടെ യോഗികളുണ്ട്, ജ്ഞാനികളുണ്ട് എന്നൊക്കെ. അപ്പൊ അദ്ദേഹത്തിനെ എന്നെ കാണാൻ വരാൻ പറയുമെന്ന് പറഞ്ഞു. ഇവരുടെ മന്ത്രിമാരൊക്കെ ചെന്ന് വിളിച്ചു. അദ്ദേഹം ശ്രദ്ധിച്ചതേ ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നും മിണ്ടിയതേ ഇല്ല. അപ്പൊ ഇവർ പറഞ്ഞു, അലക്സാണ്ടർ ചക്രവർത്തി നിങ്ങളെ വിളിക്കുന്നു. ആര് ചക്രവർത്തി? സ്വരാട് ഭവതി. ഞാനും ചക്രവർത്തിയാണ്, എനിക്ക് അന്യമായ ആരുമില്ല, സകലതും. രാമതീർത്ഥനും ഇതേപോലെ പറഞ്ഞു. അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിനെ കണ്ടപ്പോൾ രാമതീർത്ഥൻ എപ്പോഴും പറയും, തന്നെ കുറിച്ച് പറയുമ്പോൾ രാമ രാമ എന്ന് പറയും.
ഐ എന്ന് പറയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസൊക്കെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴെങ്കിലും യു ഹാവ് ടു യൂസ് ഐ, നോട്ട് രാമ. അപ്പോൾ ഇവർ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്നു. റൂസ്വെൽറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഐ എന്ന് പറയണതിന് പകരം രാമ എന്ന് പറയണതിന് പകരം എംപറർ രാമ, ചക്രവർത്തിയായ രാമൻ എന്ന് പറഞ്ഞു. അത്രയും. ഇപ്പൊ എന്ത് ചക്രവർത്തി എന്ന് വെച്ചാൽ സസ്വരാട് ഭവതി, സർവലോകവും ഞാനാണ്, എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു വസ്തുവില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല, ഒന്നും നേടിയെടുക്കാനില്ല. ഇതാണ് അലക്സാണ്ടറുടെ അടുത്ത് ആ യോഗി പറഞ്ഞത്. എനിക്ക് അവിടെ വന്ന് തൻ്റെ അടുത്തൊന്നും ഒന്നും ആവാനില്ല, എനിക്ക് ഒന്നും കിട്ടാനില്ല, പിന്നെ എന്തിനാ ഞാൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണത്? ഇയാള് വന്ന് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ വധിക്കാൻ കഴിയും. ഏറ്റവും വലിയ കള്ളമാണത്. തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല. താൻ വെട്ടുന്നത് കൊണ്ടൊന്നും എനിക്കൊന്നും ആവില്ല. അച്ഛേദ്യോഹം അദാഹ്യോഹം അക്ലേദ്യോഹം അശോഷ്യോഹം. ഞാൻ ഛേദിക്കാൻ കഴിയാത്തവനാണ്, നനയ്ക്കാൻ കഴിയാത്തവനാണ്, ഇരിക്കാൻ കഴിയാത്തവനാണ്, ശുദ്ധ ചൈതന്യമാണ്. ആ അനുഭൂതിയുടെ ഗാംഭീര്യം രാജാവിനെ ഒന്ന് ഇളക്കി മറിച്ചു അലക്സാണ്ടർ. ധൈര്യം നഷ്ടപ്പെട്ടു പോയി. കാരണം താൻ നേടിയതൊക്കെ വ്യർത്ഥമാണ്. അപ്പോഴേക്കും പല ന്യൂസ് വന്നു, എവിടെയൊക്കെ പിടിച്ചടയ്ക്കോ അവിടെയൊക്കെ ഇവർ ഇങ്ങോട്ട് പോയതോ അവർ പുറപ്പെട്ടു. പുറം ലോകത്തിൽ നേടിയെടുക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. നേടിയെടുത്തു എന്ന് വിചാരിക്കും, കുറെ കഴിയുമ്പോൾ ഒന്നുമില്ല. കുറെ സമ്പാദിച്ചു, എന്തൊക്കെയോ കെട്ടിയെടുത്തു, ഉണ്ടാക്കി, അതൊക്കെ ആരനുഭവിക്കും? എന്തൊക്കെയോ ആണ് ഇപ്പൊ പറയണത് പല ആളുകളെ കുറിച്ച്. 10,000 കോടി എന്നൊക്കെയാണ് പറയണത്. തിന്നാൻ പറ്റുമോ? എവിടെയൊക്കെയോ സ്ഥലം, എവിടെയൊക്കെയോ വീട്, എവിടെയൊക്കെയോ വാങ്ങിച്ച് മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാതെ മരിച്ചു. ഇങ്ങനെയൊക്കെയാണ് കഥ. അപ്പോ ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മനുഷ്യന്, ഇപ്പൊ ഇതില് എഴുതിയിട്ടുണ്ട്, ആരോ എഴുതിയിട്ടുണ്ട്, എല്ലാം അസത്യമാണെന്നൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ വൈരാഗ്യം വരണില്ലല്ലോ സ്വാമി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചോദ്യം ഇവിടെ. അപ്പൊ വൈരാഗ്യം ഭഗവാന്റെ കൃപയാണ്. ഭഗവത് കൃപ കൊണ്ടാണ് വൈരാഗ്യം വരുന്നത്. വൈരാഗ്യം വരുന്നത് ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോൾ വൈരാഗ്യം വരും. വൈരാഗ്യം എന്ന് വെച്ചാൽ വെറുപ്പല്ല, ദ്വേഷമല്ല. പരീക്ഷത്തിന് വന്നു നോക്കൂ അല്ലേ? ഒരു ക്ഷണനേരം ശാപം കിട്ടിയതും ഭഗവാന്റെ അനുഗ്രഹം, ഇന്ന് എനിക്ക് ഭഗവാൻ അനുഗ്രഹം ചെയ്തു. ഒരു ക്ഷണനേരത്തിൽ പരവൈരാഗ്യം എന്ന് പേരതിന്. പരവൈരാഗ്യം എന്ന് വെച്ചാൽ അറിവ് കൊണ്ടുള്ള വൈരാഗ്യമാണ്, ജ്ഞാനത്തോടുകൂടിയുള്ള വൈരാഗ്യമാണ്. അല്ലാതെ ഒരു ദിവസം ഇങ്ങനെ ഇട്ടിട്ട് പോയുള്ള വൈരാഗ്യമല്ല, വെറുപ്പല്ല, അറിവ് കൊണ്ടുള്ള വൈരാഗ്യമാണ്. വിരാഗം, വിഗത രാഗം, അറ്റാച്ച്മെന്റ് ഇല്ലായ്മയാണ് വൈരാഗ്യം. അത് പതുക്കെ 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 അറിവ് കൊണ്ട്, സത്സംഗം കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിനൊരു ദൃഷ്ടാന്തം പറയണത്, ഈ ചക്കമരത്തില് പ്ലാവില് ഇരിക്കുന്ന കൊക്ക്, വലിയ കൊക്കുണ്ടതിന് കാല് ചിലപ്പോൾ പശ ഒട്ടിപ്പിടിക്കും. അത്രേ ഒരു കൽപ്പനയാണ്. ആ പശ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിന് കാല് വലിച്ചെടുക്കാൻ പറ്റില്ല. അത് പതുക്കെ പതുക്കെ കൊക്കുകൊണ്ട് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചക്കപ്പാല് കൊത്തി 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 എടുക്കും. ഇതുപോലെ നമുക്ക് നമ്മളുടെ ലൗകിക ജീവിതത്തിലും നമ്മളുടെ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പാലുണ്ടല്ലോ, പശ, അത് കുറച്ചു കുറച്ചായിട്ട് വേണം കൊത്തിയെടുക്കാൻ. അല്ലാതെ നമ്മൾ അറിഞ്ഞു ഇതൊക്കെ സത്യമല്ല, കള്ളമാണ് എന്ന് പറഞ്ഞ് ഒരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ ചിലർക്ക് തോന്നും. ഞങ്ങളുടെ അവിടെയൊക്കെ വൈകുന്നേരമായ അടുത്ത സിനിമാ കൊട്ടായിൽ ഒരു പാട്ട് വയ്ക്കും. കായമേ ഇത് പൊയ്യട കാത്തടിച്ച പയ്യട എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വയ്ക്കും. അത് കേട്ട ഉടനെ വൈരാഗ്യം വന്നാൽ വേണ്ടില്ല. കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നും, ആ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നും. അത് എത്ര നേരത്തേക്ക് ഉണ്ടാവും? അകത്ത് പാചകത്തിന്റെ മണം വരുന്നവരെ ഉണ്ടാവും അല്ലേ? അടുക്കളയിൽ നിന്ന് മണം വരുന്നവരെ ഉണ്ടാവുന്നല്ല. ഒന്ന് മരിച്ചതുപോലും അത്രയാണ്. പലപ്പോഴും ആളുകളൊക്കെ മരിച്ചൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ നോക്കുന്നില്ല. നമ്മളുടെ അടുത്ത് സംസാരിച്ചതാണ്. നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ ശ്മശാനത്ത് നിന്ന് പറയും. എത്ര നേരം? ശ്മശാന വൈരാഗ്യം എന്നാണ്. അപ്പോ അറിവ് കൊണ്ട് ഇതിന്റെ അനിത്യത്വം, ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം
ആചാര്യവർയാത് ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിത കഥാതി ഉദ്ഭവത് ഭക്തി ഭൂമ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപതേ നാശയാശേഷരോഗാൻ. അപ്പം ആദ്യം ദുഃഖമുണ്ട് എന്ന് കണ്ടു, പല സ്ഥലങ്ങളിലും കണ്ടു, വിഷമങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ട് കണ്ട് പതുക്കെ പതുക്കെ ഈ കൊക്കുകൊണ്ട് പശ കൊത്തി എടുക്കുന്ന പോലെ ഇവിടെ കണ്ട് ഓരോന്നായി എടുത്ത് നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നീക്കം ചെയ്ത് മനസ്സ് ശാന്തമാകുമ്പോൾ അതിനോടുകൂടെ ഭഗവൻ നാമ ജപം ചെയ്യണം. ആ ഭഗവൻ നാമ ജപത്തിന്റെ ശക്തി കൊണ്ട് വൈരാഗ്യം, വിവേകം ഒക്കെ ഭഗവത് കൃപ കൊണ്ട് വരേണ്ടതാണ്. ഭഗവത് കൃപ കൊണ്ട് ഉള്ളില് ഉള്ള ഈ ദോഷങ്ങളൊക്കെ നിവൃത്തിയാകും. ജപം ചെയ്യണം എന്ന് പറയുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഉള്ളിലുള്ള ദോഷങ്ങളൊക്കെ നിവൃത്തിപ്പിക്കാനുള്ള മരുന്നാണത്. ഇതിങ്ങനെ ഭഗവൻ നാമം ജപിക്കണം. ജപത്തോടുകൂടെ തന്നെ മനനം ചെയ്യണം. ഇവിടെ കാണുന്ന ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട് ചിലപ്പോൾ നമ്മളുടെ ലിമിറ്റേഷൻ നമുക്ക് നല്ലവണ്ണം അറിയും. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ സാധിക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ ഭക്തി വരും. ഇപ്പൊ കടൽ ഒരു നദിയിൽ പെട്ട ആള് നീന്തൽ വശമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒഴുക്കിൽ പറ്റില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ അവിടെ കിടന്ന് നിലവിളിക്കാനേ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ ഇല്ലേ. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് രക്ഷിക്കണം. അതേപോലെയാണ് ഈ ഓഘവേഗത്തിൽപ്പെട്ട ആൾക്കും, ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിൽപ്പെട്ട ആൾക്കും എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് കരയുമ്പോൾ കൊച്ചുകുട്ടി കരഞ്ഞതും അമ്മയ്ക്ക് പാല് വന്ന പോലെ നമ്മളുടെ ഉള്ളിലും കരയണ കുട്ടിക്ക് പാല് കിട്ടുമെന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ ഉള്ളില് വേദനിച്ച് നമ്മൾ കരഞ്ഞാൽ അന്തര്യാമിയായ ദേവത കേൾക്കും. അപ്പോൾ അതിനുള്ള പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ വരും. അത് നമ്മൾ വിചാരിക്കണ പോലെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അകമേക്ക് തന്നെ ഉത്തരം കിട്ടും, ചിലപ്പോൾ പുറമേക്ക് ഗുരു വരും, ചിലപ്പോൾ പുറമേക്ക് വഴി കാണിച്ചു തരും, പരിഹാരങ്ങൾ വരും. എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. എല്ലാവർക്കും വഴി തുറക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഉള്ള ഒരു ഭാവം ഉള്ളിൽ വരണം. അതാണ് അപ്പോൾ ഭഗവാന്റെ പരമകൃപയ്ക്ക് പ്രാർത്ഥന ചെയ്യുമ്പോൾ വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും പാടില്ല. നമ്മൾ കണ്ടറിയണം. അസക്തി അനഭിഷ്വംഗ പുത്രധാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വമിഷ്ടാനിഷ്ടോപപത്തിഷു മയി ച അനന്യയോഗേന ഭക്തി അവ്യഭിചാരിണി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ഇതൊക്കെ ടാബ്ലറ്റാണ്, മരുന്ന് ടാബ്ലറ്റാണത്. വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പ്രിയമായിട്ടിരിക്കണം, പക്ഷെ ഒട്ടരുത്. ഒട്ടിക്കഴിഞ്ഞാൽ അപകടമാണ്. എൻ്റെ ആണെന്ന് കരുതി വിഷമിക്കരുത്, ദുഃഖിക്കരുത്. ഇതെന്നൊക്കെ കയ്യിൽ ചക്ക മുറിക്കുമ്പോൾ എണ്ണ തേക്കണം. തിരുവണ്ണാമലയിൽ ഒരു അമേരിക്കൻ ഒരാൾ വന്നിട്ട് ചക്ക വാങ്ങിച്ചു. നല്ല ചക്ക കിട്ടും അവിടെ. നമ്മുടെ നാട്ടിനേക്കാളും നല്ല ചക്കയാണ് പലപ്പോഴും, നല്ല മധുരമായ. അയാൾ ചക്ക വാങ്ങിച്ച് മുഴുച്ചക്ക വാങ്ങിച്ച് മുറിച്ച് പാലിൽ അങ്ങോട്ട് കൈവച്ചു. അത് എന്ത് ചെയ്തിട്ടും പോണില്ല. വലിയ താടി അതിലേക്ക് ഇങ്ങോട്ട് തേച്ചു, തലയിലും ഒക്കെ തേച്ചു, മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചു. അപ്പം ഇയാൾ അത് സോപ്പിട്ട് നോക്കി പോയില്ല, ഒരു വിധത്തിലും അത് എടുക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് എണ്ണയിടേണ്ടത് അറിഞ്ഞില്ല. അവസാനം മൊത്തത്തിൽ ഷേവ് ചെയ്തു, എടുത്തു. പിന്നെയാണ് കാര്യമൊക്കെ അറിയണത്. അത് കഴിഞ്ഞ് അയാൾ പറയും, മുട്ടയടിച്ചവരൊക്കെ കാണുമ്പോൾ ഞാൻ ഇവരൊക്കെ ചക്ക വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കണം. അവിടെ ആണെങ്കിലും ഇഷ്ടം പോലെ മുട്ടകളെ കാണും. അപ്പോൾ ഈ മുട്ടകളെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ ചക്ക വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ ധാരണ. അപ്പൊ ഇതുപോലെ നമുക്ക് ലോകത്തിലെ ദുഃഖം കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും, ഇവരൊക്കെ ഈ പാല് തൊട്ട് ബുദ്ധിമുട്ടിയതാണ്. അപ്പൊ ഇതിനെ അങ്ങയുടെ ഉള്ളില് ഒട്ടാതിരിക്കാൻ എണ്ണ തേക്കണം എന്നാണ് രാമകൃഷ്ണദേവൻ പറയണത്. എണ്ണ തേച്ചിട്ട് ചക്ക മുറിക്കുക. നിസ്സംഗത വരണമെങ്കിൽ ആ എണ്ണ തേക്കണം. അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് നിഷ്കരുണം നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഇല്ലാത്ത ഒരാളുമില്ല. ജനിച്ചാൽ അതൊക്കെ വരും, ആ ദുഃഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊന്നും ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ
ശാന്തിയോടെ ഇരിക്കണമെങ്കിൽ, ഇതിൽ അനാസക്തമായിട്ടിരിക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതിന് ഭഗവൻ നാമ ജപം ചെയ്യണം, ഭഗവാന്റെ നാമത്തിനെ ഉരുവിടണം. നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയുടെ കയ്യിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ആ ഭഗവത് കൃപാലാഭം നമുക്കുണ്ടാവണം. അരുൾ, ആ കൃപാലാഭം നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവും. അഭിമാനവൃത്തിയെ കുറയ്ക്കണം. തത്വാർത്ഥമിത്തം അഖിലത്തിനും ഉണ്ടുപത് ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലിഹ. മുക്തിക്കു കാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും വർത്തമാനം പറഞ്ഞും രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കിയുമാണ് നമ്മൾ സംസാരത്തിൽ പെടുന്നത്. ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. കല്ലിനുമീത പരമില്ലെന്നും ഓർത്തുമുടം എല്ലാരോടും കുതറി വാവേശിയും സപതി തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടുപത് കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. എനിക്ക് മേലെ ഒരാളുണ്ടോ അമ്പട ഞാനേന്ന് പറയുന്നു. ഞാൻ എന്തൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരമില്ലെന്നും ഓർത്തുമുടൻ എല്ലാരോടും കുതറി. ഞാൻ എന്ത് വില വയ്ക്കാനാണ്? എല്ലാരോടും കുതറി വാപേശിയും, എല്ലാരോടും വാദിച്ചും തള്ളിപ്പുറപ്പെടും അഹന്ത. ആ അഹങ്കാരം അങ്ങനെ ഉള്ളില് പൊന്തി വരികയാണെന്നാണ്. എത്ര അടക്കി നിർത്താൻ ശ്രമിച്ചാലും പറ്റണില്ല. തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടും അത് കൊല്ലുന്നു. അതാണ് വാസ്തവത്തിൽ മരണം. ഈ അഭിമാനം, അഹങ്കാരമാണ് മരണം എന്നാണ്. ഈ അഹങ്കാരം തന്നെ ഇവന് മരണമാണ്. അഹങ്കാരം കൊണ്ട് കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. ഈ അഹങ്കാരത്തിന് ഇല്ലായ്മയാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. തോന്നുന്നതാക്കിൽ അഖിലം താൻ ഇതെന്ന്. അഖിലവും ഞാനാണ്, അഖിലവും എൻ്റെ ആണ്. അല്ലെങ്കിലോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ. ബന്ധുക്കൾ അർത്ഥ ഗൃഹ പുത്രാദി ജാലമതിൽ ബന്ധിച്ചവന് ഉലകിൽ നിൻ തത്വമൊക്കെയും. ആളുകൾ വേദാന്തമൊക്കെ കേട്ട് കഴിയുമ്പോൾ പറയും, ഒന്നും മനസ്സിലാവണില്ല സ്വാമി, കേട്ടാൽ ഇതിലൊന്നും രുചിയില്ല. എന്താ കാരണം? ഇതിലൊന്നും കാര്യമില്ല, ഒന്നും തോന്നുന്നില്ല, രുചിയില്ല. എന്താ കാരണം? ബന്ധുക്കൾ അർത്ഥഗൃഹപുത്രാദി ജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിൻ തത്വമൊക്കെ ഇതു അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാക്കിടോല്ല ഹരിനാരായണായ നമഃ. ഒരു കണ്ണു കാണാത്തവന്റെ മുമ്പിൽ, കുരുടന്റെ മുമ്പിൽ കൊണ്ടുപോയി കണ്ണാടി കാണിച്ച പോലെയാണ് ശാസ്ത്രമൊക്കെ ഇയാളുടെ മുമ്പിൽ. യസ്യനാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതിക്കും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണ കിം കരിഷ്യത്തി. ആർക്ക് കണ്ണില്ലയോ അവന് ദർപ്പണം എന്ത് ചെയ്യും? സ്വയം പ്രജ്ഞയില്ലയോ അവന് ശാസ്ത്രം എന്ത് ചെയ്യാനൊക്കും? ശാസ്ത്രം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോ എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ ഭർത്താവാണോ, ഭാര്യയാണോ, കുട്ടികളാണോ, സ്വത്താണോ, ഇങ്ങനെ പലതിലും പെട്ട് ജാലത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്ക് നിൻ തത്വമൊക്കെ, ആ ഭഗവത് തത്വം, പരമാത്മതത്വമൊക്കെ തന്നെ അന്ധന്നു കാട്ടിയ ഒരു കണ്ണാടി പോലെ. അയാൾക്ക് ആ ലോകം മാത്രമേ കാണുള്ളൂ. അതിൽ കൂടുതൽ അയാൾക്കൊന്നും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ ഇട്ടാവട്ടത്തിൽ തന്നെ ഇരിക്കും. ഇണ്ടൽ അവിടെ തന്നെ കിടക്കും, അതിൽ തന്നെ ഇരിക്കുമെന്നല്ലാതെ അതിൽ കൂടുതൽ അനന്തമായ ഒരു തത്വത്തിനെ, ശാശ്വതമായ ഒരു സത്യത്തിനെ അയാളെ കൊണ്ട് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഭഗവാനെ അത്തരത്തിൽ പെടുത്തിക്കളയരുത് എന്നാണ്. ശരി, അങ്ങനെ ഭഗവത് തത്വം അറിയാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫോഴ്സ് വേണമല്ലോ. ഭയമാശ്രിത്യതേതാണ്, നമുക്കൊരു ഫ്യൂവൽ വേണം. എന്തുകൊണ്ടാണ് നമ്മുടെ അധ്യാത്മ ജീവിതം നടക്കുക? ഭയം. വാസ്തവമായ ഒരു ഇന്റലിജന്റ് ഫിയർ എന്നൊന്നുണ്ട്. നമുക്കൊരു രോഗം വന്നിട്ട് ഭയപ്പേടിപ്പിക്കാതിരിക്കാൻ എന്താ കാര്യം? ഒരു ചെറിയ ഭയം വരണം, ആ ഭയവും കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോകണം, മരുന്ന് കഴിക്കണം, ഒക്കെ വേണ്ടേ? അപ്പം അതൊരു അനുകൂലമായ ഭയമാണ്. അതുപോലെ ഒരു വലിയ ഭയം മുമ്പിൽ വരണം ആദ്യം. എന്താണ്? മരണഭയം. ഓ, മരണം പുറകെ ഉണ്ട്,
ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം അയ്യോ കൃതാന്തനിഹ പിമ്പേ നടന്നു മമ എത്തുന്നു ദർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. തവളയുണ്ടല്ലോ, അതിന്റെ പുറകെ പാമ്പ് വരുന്ന പോലെ. രാമായണത്തിൽ പറഞ്ഞു എന്താണ്? പാമ്പിന്റെ വായിലുള്ള തവള. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. പാമ്പിന്റെ വായിലിരുന്നു കൊണ്ട് തവള ഈച്ച പിടിക്കാൻ പോവാന്നാണ്. അതാണ് നമ്മളുടെ കാര്യം. ഈ പാമ്പ് ഒന്ന് വായ അടച്ചാൽ തവളയുടെ കാര്യം കഴിയും. ഇതേപോലെയാണ് നമ്മളുടെ മുമ്പിലുള്ള മൃത്യു. ഈ കൊറോണ വന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആളുകൾക്ക് ആ ഒരു വശത്ത് പേടി. പക്ഷെ അത് ഭഗവത് ജ്ഞാനത്തിനോ ഭക്തിക്കോ ഒക്കെ ഉപയോഗപ്പെട്ടാൽ വേണ്ടില്ല. നേരത്തെ കൂട്ടി 5-6 ഊശി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇപ്പോ പലവിധ പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പേടിയാണ്. ഭക്ഷിപ്പതിനു ഗുഹ പോലെ പിളർന്ന വായും കൊണ്ട് അന്തകൻ മൃത്യു പുറകെ നടക്കണുണ്ടെന്ന്. സർപ്പം തവളയ്ക്ക് പുറകെ പോകുന്ന പോലെ മൃത്യുവ്യാളഭീത പലായൻ. മൃത്യുവ്യാളം പുറകുണ്ട്. അത് കണ്ടിട്ട് പിമ്പേ ഒരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. ഒരു സർപ്പം വരുന്ന പോലെ മുമ്പിൽ പുറകെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ ഈ സത്യം എനിക്ക് പ്രകാശിപ്പിച്ച് തന്ന് എന്നെ രക്ഷിക്കണം. ഈ തക്ഷകൻ എന്നൊക്കെ പറയണത് അതാണ്. അല്ലാതെ ഈ ശരീരം ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രി ഡിന്നർ, ഇങ്ങനെ അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ പറയും ആക്കോ ഭൂഭ എന്നാണ്. ഇങ്ങനെ അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇരുന്ന് എത്ര കാലം ഭഗവാനെ ഞാൻ ഇങ്ങനെ പോകും. ഫലമില്ലയാതെ മമ വശമാക്കോല ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവ് അകമേ ഉദിപ്പതിനു കളയാതെ കാലമിഹ നാരായണായ നമ. കാലം കളയാതെ വെളിവകമേ ഉദിപ്പതിനു. ഹൃദയത്തില് ആ വെളിവ്, ആ ജ്ഞാനം, ആ ഭഗവത് തത്വ സാക്ഷാത്കാരം ഉദിപ്പതിന് അനുഗ്രഹിക്കണം. ഒരു പ്രയോജനവും ആർക്കുമില്ലാതെ ഈ ശരീരം ഇങ്ങനെ കുറേ കാലം വെച്ചുകൊണ്ടിരുന്നു. ചിലരൊക്കെ വിളിച്ചു പറയും, സ്വാമി മുത്തശ്ശൻ ICUവിലാണ്, അനുഗ്രഹിക്കണം. എന്താ അനുഗ്രഹത്തിന് അറിയോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്തായി മുത്തശ്ശൻ? എന്ത് ചെയ്യാം, തിരിച്ചു വന്നു. ഒരാള് പറഞ്ഞു, ഈ ICU പുറത്ത് വരുമ്പോ ഞാൻ സന്തോഷമായിട്ട് വന്നതാണ്, പക്ഷെ ഇവരെയൊക്കെ കണ്ടപ്പോ വരണ്ടിക്കിടന്നില്ല എന്ന് തോന്നിയതാണ്. കാരണം അവരുടെ മുഖത്തൊരു ഒരു ഹതാശ, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു തോന്നി. ഇപ്പോ തിരിച്ചു വരുമ്പോഴാണ് അയ്യോ പാവം. ചിലരൊക്കെ അവരെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയാം, നമ്മൾക്ക് എന്താ യമന്റെ ഏജുണ്ടോ അല്ലേ? ഈയിടെ ഒരാൾ പറഞ്ഞു, കല്യാണ പത്രിക അടിച്ചു വന്നതാണ് തമിഴിലെ. അപ്പോ വാദ്യാരുടെ അടുത്ത് കൊടുത്തു. അപ്പോ നോക്കിയിട്ട് യമപെരുമാൻ അരുളാലെ, കല്യാണത്തിന് എന്തിനാ യമപെരുമാൻ അരുൾ, എമ്പെരുമാൻ ഒരു പൊട്ടെടുത്തതാണ് അവിടെ. അത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് തെറ്റിപ്പോണത്. അപ്പോ നോക്കൂ, അപ്പോ നമ്മൾക്ക് ഇത് ഇങ്ങനത്തെ പണിയൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോ ഈ പലർക്കും വയസ്സായി, ഇവര് ആർക്കും ആവശ്യമില്ലാതെ ഒക്കെ ഈ ശരീരം ഇങ്ങനെ ഇരുന്നാൽ അല്ലേ, അപ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ട് പലരും ഇങ്ങനെ, അപ്പോ ആ ഒരു ശരീരം ഇങ്ങനെ കാലാകാലമായി മലമൂത്രമായ തടി എന്നാണ്, മലവും മൂത്രവും ഒക്കെ വിസർജനം ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പല നാളിരുത്തി ഉടൻ ഇങ്ങനെ എത്രയോ കാലം ജീവിച്ച്, അതിദീർഘേ ജീവിതേ ഘോരവേദ, ഒരുപാട് കാലം ജീവിച്ച് നോക്കാനൊക്കെ ആളുകളും അവരും ഇവരും ഒക്കെ ബുദ്ധിമുട്ടിച്ച്
അളവില്ലയാതെ വെളി പകമേ ഉദിപ്പതിനും. അളവില്ലാത്ത ആ അറിവ്, ജ്ഞാനം, ആത്മാനുഭൂതി ഹൃദയത്തിൽ ഉദിച്ച് ആ പരമപ്രശാന്തി, ശാന്തി ഉള്ളിൽ വരാൻ ഭഗവാനെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹമാണ് വേണ്ടത്. ജീവിതം വ്യർത്ഥമാക്കി കളയരുത് ഭഗവാനെ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണം ഇഹ. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് എടുക്കുന്നത്. ഈ പകൽ സമയം വളരെ മുഖ്യമാണ്. രാവിലെ ഉണർന്ന് എണീറ്റ് രാത്രി ഉറങ്ങുന്ന വരെയുള്ള ടൈമാണ് നമ്മൾക്ക് കാലൻ പിടിക്കുന്ന സമയം. ആ സമയത്ത് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എപ്പോഴാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്? ഇപ്പോ എന്ന് വെച്ചാൽ ഇപ്പോ, അടുത്ത ക്ഷണം ഇപ്പോ 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 ഇപ്പോ. പ്രതിബോധവിദിതം മതം. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരേണമിഹ. ഭഗവൻ നാമ ജപം നിരന്തരം ശീലിച്ചവൻ മഹാഭാഗ്യവാൻ. കലിയായ കാലം ഇതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. ഈ കലിയില് പലവിധ ഡിസ്ട്രാക്ഷനാണ് നമുക്ക്. അങ്ങനെ സർവത്ര ഡിസ്ട്രാക്ഷനാണ് നമുക്ക്, വിക്ഷേപമാണ്, വിക്ഷേപജനക വസ്തുക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എളുപ്പമായി നിത്യനിരന്തരം പിടിക്കാനുള്ള ഒരു ശബ്ദബ്രഹ്മം നമുക്ക് വേണം. ആ ശബ്ദബ്രഹ്മമാണ് ഭഗവാന്റെ നാമത്തിനെ, ശബ്ദബ്രഹ്മമായ ഭഗവൻ നാമത്തിനെ പിടിച്ചുകൊണ്ട് നിത്യനിരന്തരം ഭഗവതാശ്രയം അങ്ങനെ ഉണ്ടെങ്കിൽ സസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. ആ യോഗിക്ക് ഞാൻ സുലഭനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ ഭഗവത് സ്മരണ നിരന്തരം ഉണ്ടാവണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കണം. നമ്മളുടെ ഉള്ളിലും വെളിവ് ഉദിക്കാനായി, ആത്മജ്ഞാനം ഉദിക്കാനായി, ഭഗവത് ഭക്തി ഉദിക്കാനായി, ശരണാഗതി ഭാവം ഉദിക്കാനായി, നിരന്തര ഭഗവൻ നാമനിഷ്ഠ ഉദിക്കാനായി, സ്വാധ്യായാദികളും ആഹാരശുദ്ധിയും ഒക്കെ ഉണ്ടാവാനായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗം നമ്മളിവിടെ നിർത്താം. നാളെ തുടർന്ന് ഇതേ സമയം രാവിലെ ഇവിടെ ഹരിനാമകീർത്തനം നാളെ പൂർത്തി ചെയ്യാം. വൈകുന്നേരം പഴയനടക്കാവ് സമൂഹമഠത്തിൽ നിർവാണ രാമായണം വീണ്ടും കാണാം. വൈകുന്നേരം 6:30 മണിക്ക്. നാരായണായ നമ 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 നാരായണായ നമ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.